അല്ലാഹു നമുക്ക് ബുദ്ധിയും വിവേകവും നൽകിയതുകൊണ്ടാണ് നമ്മളിങ്ങനെ സംഗമിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങളെ വിലയിരുത്താനും കൂടുതൽ ഉയർന്ന ചിന്തകളിലേക്ക് പോകാനും കഴിയുന്നത്. മനുഷ്യലോകത്ത് മാത്രം സാധ്യമാണ് ഇത്തരം നല്ല പ്രവർത്തികൾ. ജീവിത നിലവാരം നമ്മുടേത് മാറിക്കൊണ്ടേയിരിക്കുന്നു. നിരന്തരമായി നാം നമ്മുടെ ജീവിതത്തെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു 10 വർഷം മുന്നേയുള്ള പ്രഭാഷണ വേദികൾ ഇങ്ങനെയല്ല, നമുക്കറിയാം. ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ നിലക്കുമാവില്ല, ഇതിലേറെ മാറിയിട്ടുണ്ടാകും. ഏകദേശം ഒരു 10-50 വർഷം കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂർ പോലെയുള്ള കോഴിക്കോട് പോലെയുള്ള വലിയ ടൗണുകളിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ യുറാനസിലേക്കും നെപ്റ്റൂണിലേക്കൊക്കെ വാഹനത്തിലേക്ക് ആളെ വിളിച്ച് കയറ്റുന്നത് കാണാൻ പറ്റും. പ്രത്യേകമായ ബസ് സ്റ്റാൻഡ് പോലെയുള്ള വലിയ സംവിധാനങ്ങൾ, അവിടെ ഇങ്ങനെ അന്യഗ്രഹങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ, ഇതിലേക്ക് ആളെ വിളിച്ച് യുറാനസ് എന്നൊക്കെ പറഞ്ഞ് കണ്ണൂരിൽ നിന്ന് കുത്തുപറമ്പ് എന്നൊക്കെ ബസ്സുകാർ വിളിക്കുന്നത് പോലെ വിളിച്ചു പറയുന്നതും ചിലപ്പോൾ നമ്മൾ കണ്ടു എന്ന് വരും. അത്രയൊന്നും സംഭവിക്കില്ല എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വിചാരിക്കുന്നതെങ്കിൽ ഒരു 20 വർഷം മുന്നേ ഗൾഫിലുള്ള മോനോട് കണ്ടുകൊണ്ടിങ്ങനെ സംസാരിക്കാമെന്ന് അന്നുള്ളൊരു ഉമ്മാമനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്കും അത് വിശ്വാസം വരൂലായിരുന്നു. ഇന്ന് പക്ഷേ നമുക്കതറിയാം. നമ്മളത് വിശ്വസിക്കുക മാത്രമല്ല, അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ടാങ്കിൽ വെള്ളം കഴിഞ്ഞാൽ ബാത്റൂമിൽ നിന്ന് ഗൾഫിക്കാണ് വിളിക്കുന്നത്. നിങ്ങൾ അടുത്ത വീട്ടിലെ ആ താത്താനോട് പറഞ്ഞ് നമ്മുടെ മോട്ടർ ഒന്ന് ഇടാൻ പറയുന്നു. പണ്ടത്തെ ഗൾഫ് ജീവിതത്തിൻ്റെ വിരഹവും അതിൻ്റെ ദുഃഖമൊക്കെ അനുഭവിച്ചവർ ഈ സദസ്സിൽ കുറേ ഉണ്ടാവും. അന്ന് ഗൾഫിലേക്ക് പോയാൽ നീണ്ട കാത്തിരിപ്പാണ്. കത്ത് വരണമെങ്കിൽ തന്നെയും മാസങ്ങളെടുക്കും. ആ കത്ത് എത്രയോ പ്രാവശ്യം വായിച്ച് കരഞ്ഞ് കണ്ണീരിറ്റി പരന്ന് പിന്നെ അതിന് മറുപടി എഴുതാനുള്ള തയ്യാറെടുപ്പുകളാണ്. ചിലപ്പോൾ അയൽ വീട്ടിൽ പോകേണ്ടി വരും. തൻ്റെ ഭർത്താവിനോടുള്ള ഹൃദയ സല്ലാപങ്ങളൊക്കെ പേപ്പറിലേക്ക് പകർത്താൻ ആൾക്ക് പറഞ്ഞു കൊടുക്കുക, അയാളിങ്ങനെ പകർത്തി എഴുതുക. അതൊക്കെ കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ അഡ്രസ്സ് എഴുതാൻ വേണ്ടി ടീച്ചർ വരുന്നത് കാത്തിരിക്കേണ്ടി വരും. പലവട്ടം വായിച്ച് കാണാതെ പടിയപ്പോഴേക്ക്. എന്നിട്ട് ആ കത്ത് അങ്ങോട്ട് അയച്ചു കൊടുത്ത് അതവിടെ കിട്ടിയോ എന്നുള്ള ആശങ്കയാണ് ഏകദേശം 2-3 ആഴ്ച. ഇന്ന് പക്ഷേ അവിടെ നിന്ന് മാറുന്നു നമ്മൾ. കത്തിനെക്കുറിച്ച് അകാലമായ വൈദവ്യം, 6-7 വർഷം പ്രിയതമൻ ഗൾഫിൽ നിൽക്കുന്നത് കൊണ്ടുള്ള വൈഷമ്യം വല്ലാതെ വയ്യാഞ്ഞിട്ട് കത്തുപാട്ടുകളിലൂടെ സന്തോഷം കണ്ടെത്തിയിരുന്നൊരു കാലമുണ്ട്. എസ് ജമീൽ അബുദാബിയിൽ പോയി പാട്ടുപാടിയതിന് പിറകെ ഇങ്ങോട്ടുള്ള എല്ലാ ഫ്ലൈറ്റുകളും ഫുൾ ബുക്കിംഗ് ആയെന്നും ആളുകൾ അവിടെ നിന്ന് നാട് പിടിക്കാൻ വേണ്ടി വളരെയേറെ താല്പര്യം കാണിച്ചുവെന്നൊക്കെയുള്ള ചരിത്രം പല പുസ്തകങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പരിസരത്തുകാരനാണ് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, അയാളുടെ പുസ്തകത്തിലൊക്കെ കാണാം നമുക്ക്. ഇന്ന് പക്ഷേ അങ്ങനെയല്ല. ദിവസം ഒരു 4 പ്രാവശ്യമെങ്കിലും കണ്ട് സംസാരിക്കുന്നു, അകലം കുറയുന്നു. ഇത് മനുഷ്യലോകത്ത് മാത്രം സാധ്യമാണ്. മറ്റൊരു ജീവിയുടെയും ജീവിതക്രമത്തിൽ ഒരു ജോയിൻ്റ് ഫുഡ് പോലും സ്വാധീനം നേടുന്നില്ല. ഞാൻ ഭക്ഷണം കഴിച്ചാണ് വരുന്നത് ഇവിടെയുള്ളൊരു സഹോദരൻ്റെ വീട്ടിൽ, അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങൾ കണ്ണൂരുകാർ കൂടെയാണല്ലോ. അവർ മേശയിൽ ഇഷ്ടം പോലെ വിഭവങ്ങളാണ്. ഇങ്ങനെ മറ്റൊരു ജീവിയുടെയും മേശപ്പുറത്തോ അല്ലെങ്കിൽ ഭക്ഷണത്തിലോ കാണില്ല നമ്മൾ. എത്ര വർഷമായി ആട് പുല്ല് നിന്ന് തുടങ്ങിയിട്ട്? ഇതുവരെ പുല്ലിനോടൊപ്പം ഒരു ചമ്മന്തി കൂട്ടണമെന്ന് ആടിന് തോന്നിയിട്ടില്ല, ഇനി തോന്നുകയില്ല. അതാണൊരു സംയുക്ത ഫുഡ്, ഒരു ജോയിൻറ്റ് ഫുഡ് പോലും അവറ്റങ്ങൾക്ക് സാധ്യമല്ല. എന്തുകൊണ്ട്? അത്രയേ ബുദ്ധിയുള്ളൂ. ജീവിക്കണം, അതിനു വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കണം. വർഗം നിലനിർത്താനുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. ഏതോ ഒരു സമയത്ത് ജീവൻ അവസാനിച്ച് ചത്ത മണ്ണടിഞ്ഞു പോവണം. ഇത്രേ അവരുടെ താല്പര്യമുള്ളൂ. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫറവയുടെ മുന്നിൽ പോയി പരിശുദ്ധ ദീനിനെ പരിചയപ്പെടുത്തുന്ന ഒരു രംഗം പരിശുദ്ധ ഖുർആൻ സൂറത്തു താഹയുടെ
50 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. മൂസാ നബിയോട് ഫിർഔൻ ചോദിക്കുന്നുണ്ട്, മർ റബ്ബുക്കുമായ മൂസ, നിങ്ങൾ രണ്ടുപേരും പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്ന രക്ഷിതാവ് ദൈവം തമ്പുരാൻ ആരാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുടെയും ആ സദസ്സിൽ കേൾവിക്കാരായി നിന്ന ഫറോവയുടെ കിങ്കരന്മാരുടെയും ഒക്കെ ഹൃദയത്തിലേക്ക് അതിനൊരു മറുപടി കയറ്റി വിടുന്നുണ്ട്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ആരാ റബ്ബ്? അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. അവനാണ് എല്ലാ വസ്തുക്കളെയും പടച്ചത്, അവയ്ക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ യഥാവിധി നൽകിക്കൊണ്ടിരിക്കുന്നു. അവയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ യഥാവിധി നൽകിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് പിറന്ന് വീഴുന്നൊരാട്ടിൻ കുഞ്ഞ് ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോഴേക്കും മെല്ലെ എഴുന്നേൽക്കുന്നത്, പതിയെ അതിൻ്റെ മാതാവിൻ്റെ അകിടിലേക്ക് എത്തുന്നത്, പാല് സ്വീകരിക്കുന്നത്, കുടിക്കുന്നത്. പിറ്റേ ദിവസമാകുമ്പോഴേക്കും മെല്ലെ നടന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഓടാൻ തുടങ്ങുന്നത്. അതിൻ്റെ പിറ്റേ ദിവസമാകുമ്പോഴേക്ക് ചെറിയ തളിരിലകൾ തിന്നാൻ തുടങ്ങുന്നത്. ആരാണ് ആ കുഞ്ഞിന് അതിൻ്റെ മാതാവിൻ്റെ അകിടിലേക്ക് വഴി കാണിച്ചു കൊടുത്തത്? ആരാണ് ആ കുഞ്ഞിന് അവിടെയാണ് തൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഫുഡ് നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത്, ശേഖരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അറിയിച്ചു കൊടുത്തത്? ജനിച്ചു വീഴുന്ന ഉടനെ കുട്ടിക്കൊരു നിർദ്ദേശവും അതിൻ്റെ തള്ളയാട് കൊടുക്കുന്നില്ല. അതിൻ്റെ വാപ്പയാകുന്ന ഒരാട് കാണും, അതും നിർദ്ദേശമൊന്നും നൽകുന്നില്ല. നൈസർഗികമായ കുട്ടി മെല്ലെ എഴുന്നേൽക്കുന്നു, അതിൻ്റെ ഉമ്മയാടിൻ്റെ അകിട് കണ്ടുപിടിക്കുന്നു, പതിയെ പാല് കുടിക്കുന്നു. അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ വസ്തുക്കളെയും പടക്കുകയും അവയ്ക്ക് വേണ്ട നൈസർഗികമായ ചോദനകൾ സംവിധാനിക്കുകയും നൽകുകയും ചെയ്തവനാണ് റബ്ബ്. ഇങ്ങനെയാണ് എല്ലാ ജീവിവർഗങ്ങളും. മനുഷ്യൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് ഒരു ക്ലാസ്സല്ല, കുറേ ക്ലാസ്സുകൾ എടുക്കണം. ഇതുപോലെയുള്ളൊരു തട്ടുപൊളിപ്പൻ പ്രഭാഷണമല്ല. മനസ്സിലേക്ക് കൊള്ളും വിധം ഓരോരുത്തരെയും വിളിച്ച് ക്ലാസ് എടുക്കണം. എന്തുകൊണ്ട്? കുടുംബജീവിതത്തിൻ്റെ പ്രസക്തിയൊക്കെ ചോദ്യം ചെയ്യുന്ന വലിയൊരു തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നു. എത്ര ചെറുപ്പക്കാരാണ് പെണ്ണ് കിട്ടാതെ പുര നിറഞ്ഞു നിൽക്കുന്നത്? 25-ാം വയസ്സ് മുതൽ തുടങ്ങിയതാണ് അന്വേഷണം, ഇപ്പോൾ 32ആയി. ഒരു പെൺകുട്ടിയെ കാണാൻ പോകുന്ന രംഗം പോലും അനുഭവിക്കാൻ പറ്റില്ല എന്ന് ഇന്ന് രാവിലെ എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് യാദൃച്ഛികമാവാം, ഇന്ന് രാവിലെ 25-ാം വയസ്സ് മുതൽ തുടങ്ങിയതാണ് അന്വേഷണം. ഇപ്പം 30 കഴിഞ്ഞു. ഇതുവരെയും ഒരു പെൺകുട്ടിയെ ഈ കാണാൻ പോവുക എന്നുള്ള ചടങ്ങ് പോലും സംഭവിച്ചില്ല. ഓരോ കാരണത്താൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കല്യാണത്തിന് താല്പര്യമില്ല, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ വേണ്ടുള്ളൂ, ഇങ്ങനെ തുടങ്ങി പല കാരണങ്ങളും പറഞ്ഞിട്ട് കല്യാണം മുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് യുവാക്കളുടെ കല്യാണം മുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കുടുംബജീവിതത്തിന് വലിയ പ്രസക്തിയൊന്നും കാണാത്തൊരു സമൂഹം വളർന്നു വരുന്നു. 30% പെൺകുട്ടികൾക്ക് കല്യാണത്തിനോട് താല്പര്യമില്ലെന്നാണ് ചില പഠനങ്ങൾ. 10 വർഷമാകുമ്പോഴേക്ക് അത് വർദ്ധിച്ചു വന്ന് ചില കണക്ക് പ്രകാരം, ഒരിക്കലും ആ കണക്ക് സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം, 90% എത്തുമെന്നാണ്. അടിച്ചുപൊളിച്ച് ജീവിക്കാൻ വിവാഹവും അനുബന്ധമായുള്ള ജീവിതവും ബന്ധമൊക്കെ തടസ്സമാണെന്ന് വിചാരിക്കുക. സത്യത്തിൽ മനുഷ്യനെ അള്ളാഹു പടച്ചത് കുടുംബജീവിതം മാത്രം സാധിക്കും വിധത്തിലാണ്. മനുഷ്യനെ അള്ളാഹു പടച്ചത് കുടുംബജീവിതത്തിന് മാത്രം പര്യാപ്തമായ രീതിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ആട്ടിൻ കുഞ്ഞിൻ്റെ കഥ. ഒരാളും ഒരുവിധ അഡ്വൈസും ചെയ്തില്ലെങ്കിലും അതിന് ജീവിക്കാൻ കഴിയും. അതിൻ്റെ ഉമ്മയാടിൻ്റെ അകിട് കണ്ടുപിടിക്കാനും പാല് കുടിക്കാനും അതിന് സാധ്യമാണ്. മനുഷ്യക്കുഞ്ഞ് അങ്ങനല്ല. പൊതുവെ മനുഷ്യരല്ലാത്ത മറ്റ് തസ്തനികൾ, പ്രസവിച്ച് മുലയൂട്ടി വളർത്തുന്ന ജന്തുക്കൾ, അവയുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ 50 മുതൽ 80% ബുദ്ധി വളർച്ചയോടുകൂടെയാണ് ജനിക്കുന്നത്. തള്ളയാടിൻ്റെ 80% ബുദ്ധി ഉണ്ടാകും ആട്ടിൻ കുഞ്ഞിന്. കോഴിക്കുഞ്ഞിന് പോലും വിരിഞ്ഞിറങ്ങിയ ആ ഒരു നിമിഷം നമ്മൾ അതിനെ ആ കോഴിത്തള്ളയോടൊപ്പം പുറത്തേക്ക് മുറ്റത്തേക്ക് ഇറക്കി വെക്കുന്നു. വിരിഞ്ഞിറങ്ങിയ ആ ഒരു നിമിഷം, അപ്പോഴാണ് ഒരു കാക്ക പാറുന്നത്. തത്സമയം ആ കുട്ടികൾ ജാഗരൂകരാകുന്നു. മെല്ലെ ഓടി വന്ന് തള്ളക്കോഴിയുടെ ചിറകിനുള്ളിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു.
വിരിഞ്ഞിറങ്ങിയിട്ട് കേവലം മിനിറ്റുകൾ കൊണ്ട് ഇത് കോഴിക്കുഞ്ഞിന് സാധ്യമാണ്. നേരെ മറിച്ച് ഒരു മനുഷ്യക്കുഞ്ഞ് പിറന്നു വീണ ഉടനെ അതിനെ ആക്രമിക്കാൻ വേണ്ടി പുലി വരുന്നു, നരി വരുന്നു, അല്ലെങ്കിൽ പേപ്പട്ടി വരുന്നു. ആ കുട്ടിക്ക് യാതൊരു ഭാവമാറ്റം ഉണ്ടാവില്ല, അതിനത് തിരിച്ചറിയാൻ കഴിയില്ല. ഇതെന്നെ ആക്രമിക്കാൻ വരികയാണെന്ന് ആ കുട്ടിക്ക് തോന്നുകയേയില്ല. നല്ല ഉഗ്രവിഷമുള്ള സർപ്പം ഇഴഞ്ഞു വരുമ്പോൾ ഇത്തിരിയൂടെയൊക്കെ വലുതായി പിടിക്കാനൊക്കെ തുടങ്ങി 6 മാസമൊക്കെ എത്തിയ കുട്ടിയാണെങ്കിൽ അതിനെ പിടിക്കാനും കളിക്കാനും കടിക്കാനുമാണ് തയ്യാറാവുക. ഇത് അപകടകാരിയാണെന്ന് അതിന് തിരിച്ചറിയാൻ അപ്പോഴും വയ്യ, പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞാലും സാധ്യമല്ല. ജനിച്ച് പുറത്തിറങ്ങി മുറ്റത്തേക്ക് വെച്ച ആ നിമിഷം മുതൽ കോഴിക്കുഞ്ഞിന് കാക്ക ശത്രുവാണെന്ന് തിരിച്ചറിവുണ്ടാകുന്നു. അത് പതിയെ പതിയെ കൊത്തിപ്പെറുക്കി നടക്കുന്നു. ധാരാളം കല്ല് കാണുന്നുണ്ട്, അതൊന്നും അത് കടിച്ചു തിന്നൂല. തിന്നേണ്ട സാധനം ഏതാണെന്ന് കൃത്യമായി അതിനറിയാം, അതുമാത്രം കൊത്തിപ്പെറുക്കിയെടുക്കും. കല്ലില്ലേ, മണ്ണില്ലേ, കടലാസില്ലേ, തെർമോക്കോള് കാണില്ലേ, അതൊന്നും കടിക്കില്ല. അതിനിടയിൽ സൂക്ഷ്മമായി നിൽക്കുന്ന, അതിന് കഴിക്കാൻ പറ്റുന്ന യോഗ്യമായ എന്തെങ്കിലും ഒരു വിത്ത് കണ്ടാൽ ആ കോഴിക്കുഞ്ഞ് പെറുക്കിയെടുക്കും. ജനിച്ചതിൻ്റെ, മുട്ട വിരിഞ്ഞതിൻ്റെ കേവലം മിനിറ്റുകൾക്കുടനെ. എന്തുകൊണ്ടത് സാധ്യം? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ വസ്തുക്കളെയും പടക്കുന്നു, അവയ്ക്ക് വേണ്ട വിധത്തിലുള്ള പ്രചോദനങ്ങളും നൈസർഗികമായ ചോദനകളും റബ്ബ് തആല നൽകുന്നു. മനുഷ്യൻ്റെ കാര്യമോ? ജനിച്ചൊരു കുഞ്ഞിന് നമ്മുടെ മറുവശത്തിരിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ പാല് കൊടുക്കുന്നില്ലെന്ന് സങ്കല്പിക്കുക. കുട്ടി അവിടെ കിടന്ന് മരിച്ചു പോകും. കുട്ടി അവിടെ കിടന്ന് മരിച്ചു പോകും. ആ കുട്ടിക്ക് 2 വർഷം അവർ പാല് കൊടുത്ത് ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയെന്ന് സങ്കല്പിക്കുക. 2 വർഷം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനോട് ഇനി നീയായി, നിൻ്റെ പാടായി, ഞാനിനി എന്നെ ശ്രദ്ധിക്കൂല എന്ന് പറഞ്ഞാലോ ആ കുട്ടി മരിച്ചു പോകും. 2 വർഷം ജീവിച്ചിട്ടും മനുഷ്യക്കുട്ടിക്ക് ജീവിക്കാൻ, സ്വന്തമായി ഭക്ഷണം സ്വരൂകൂട്ടാൻ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമേ അല്ല. എന്തുകൊണ്ട്? ജനിച്ചു വീഴുമ്പോൾ പ്രായപൂർത്തിയായ പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ തലച്ചോറിൻ്റെ 1% പോലും വളർച്ചയില്ലാതെയാണ് മനുഷ്യ കുഞ്ഞുങ്ങൾ ലോകത്തേക്ക് വരുന്നത്. എന്നിട്ടോ പതിയെ 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 അവരുടെ ബുദ്ധി ഉറച്ചു വരും, ചിന്താശേഷി വർദ്ധിച്ചു വരും. ഏകദേശം ടീനേജ് വരെ, 13 വർഷം വരെയും ഈ ബുദ്ധിവികാസം കൃത്യമായി നടക്കും. 13 വയസ്സാകുമ്പോഴാണ് മനുഷ്യക്കുഞ്ഞിന് തലച്ചോറ് പൂർണ്ണമാകുന്നത്. ഇത്തിരിയൊക്കെ കഷ്ടപ്പെട്ടാലും ജീവിക്കാൻ പറ്റും വിധത്തിലുള്ള പര്യാപ്തതയിലേക്ക് എത്തുന്നത്. ടീനേജ് നമുക്കറിയാം, 13 മുതൽ 19 വരെയുള്ള വയസ്സിന് പറയുന്നതാണ് ടീനേജ്. അതിൻ്റെയൊക്കെ അവസാനം ടീൻ എന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. 13, 14, 15, ടീൻ. ഏകദേശം ടീനേജിലേക്ക് എത്തുമ്പോഴാണ് മനുഷ്യക്കുട്ടിക്ക് സ്വയം പര്യാപ്തത വരുന്നത്. അതുവരെ കുഞ്ഞിനെ ഫോളോ ചെയ്തുകൊണ്ട് ആരുടെയെങ്കിലും ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ്റെ സ്വാധീനം വേണം, സാന്നിധ്യവും വേണം. അതാണ് ഉമ്മ. കൃത്യമായി പറഞ്ഞാൽ അതാണ് ഉമ്മ. ഉമ്മയല്ലാതെ ആർക്കും ഈ റോളിലേക്ക് കടന്നു വരാൻ ഇത്രമേൽ ഭംഗിയിൽ സാധ്യമല്ല. സ്ത്രീകളെല്ലാവരും ജോലിക്ക് പോയി, ആണുങ്ങൾ വീടിനകത്ത് കുഞ്ഞിനെയും നോക്കിയിരുന്നു. പൂർണ്ണമാവോ ആ കുഞ്ഞിനെ വളർത്തൽ? വലിയ ആളുകളാണെന്ന് അഹങ്കരിക്കേണ്ട. നിങ്ങളുടെ മക്കൾ, നമ്മുടെയൊക്കെ മക്കൾ ആരോഗ്യത്തോടെ വളർന്നത്, ബുദ്ധിശക്തിയോടുകൂടെ നമ്മുടെ മുമ്പിലൂടെ കളിച്ച് ചിരിച്ചു പഠിച്ച് നടക്കുന്നത് നമ്മുടെ ഭാര്യമാരുടെ, ഉമ്മമാരുടെ സേവനം കൊണ്ട് മാത്രമാണ്. നമുക്കത് സാധ്യമല്ല. വലിയ അഹങ്കാരമൊന്നും കാണിക്കേണ്ട, ഞാൻ കൊള്ളാമെന്ന് ആരും വിചാരിക്കേണ്ട. കുറച്ച് കാശുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പരിപാടി മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു കുഞ്ഞിനെ വേണ്ട വിധം വളർത്താൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മൾ കുപ്പിപ്പാൽ കൊടുക്കേണ്ടി വരും. കുഞ്ഞിനെ സംബന്ധിച്ചത് തീരെ ആരോഗ്യകരമല്ല. ആശുപത്രിയിൽ പ്രസവം കൈകാര്യം ചെയ്യുന്നിടത്ത് വലിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, നന്നെ ചുരുങ്ങിയത് 6 മാസമെങ്കിലും പാല് കൊടുത്തിരിക്കണം എന്ന്. നമുക്ക് താരാട്ട് പാടാൻ കൃത്യമായിട്ട് അറിയില്ല. നമ്മൾ താരാട്ട് പാടിയാൽ ഇത്തിരിയൊക്കെ കരഞ്ഞ കുട്ടി ആർത്ത് കരയാൻ തുടങ്ങും. ചിലപ്പോൾ നമുക്ക് അവരുടെ ഭാഷ പോലും അറിയില്ല. നമുക്ക് ആ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ വയ്യ.
നിൻ്റെ പേരെന്തെന്നൊക്കെ ചോദിച്ചാൽ കണ്ണു മിഴിക്കും 1.5 വയസ്സുള്ളൊരു കുട്ടി. നേരെ മറിച്ച് ഏതെങ്കിലും സ്ത്രീ വന്ന് അവരുടേതായ ഒരു ടോണുണ്ട്, അതിലങ്ങനെ പറഞ്ഞാൽ ആ കുഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ശബ്ദം കേൾപ്പിച്ച് പൊട്ടിച്ചിരിക്കും, മോണ കാട്ടിക്കൊണ്ടേയിരിക്കും. ആ കുഞ്ഞിനെ നമ്മളെടുത്തിട്ട് നെഞ്ചത്തൊരതിയിട്ട് പാട്ടുപാടിയാൽ ചിലപ്പോൾ കരച്ചിൽ കൂടും. അവരെടുത്തിട്ട് പ്രത്യേകമായ ശൈലിയിലൊന്ന് താളം പിടിക്കുമ്പോഴേക്ക് കുട്ടി ഉറങ്ങിപ്പോകും. ഈ കുഞ്ഞിന് ആത്മാർത്ഥമായി സേവനം ചെയ്യാൻ അവനെ പ്രസവിച്ച അവളെ പ്രസവിച്ച ഉമ്മ കൂടെ വേണം. ഉമ്മ ജോലിക്ക് പോയി എന്ന് വെറുതെ സങ്കല്പിക്കുക. പാൽ കൊടുക്കണ നേരത്തൊക്കെ ഉമ്മ വരണം. അത് ഭർത്താവിന് സാധ്യമല്ല. നേരാവണ്ണം ആ കുഞ്ഞൊന്ന് ഉറങ്ങണമെങ്കിൽ ഉമ്മ വരണം. ജോലിയും നടക്കണം, കുഞ്ഞിനെ നോക്കലും നടക്കണം. മനസ്സെപ്പോഴും വീട്ടിലായിരിക്കും, എൻ്റെ കുഞ്ഞെന്തായി എന്തായി എന്തായി എന്ന്. ഒരായനെ വെച്ചാലോ, അല്ലെങ്കിൽ അങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള വല്ല ബേബി കെയർ സെൻ്ററുകളിലൊക്കെ ഏൽപ്പിച്ചാലോ? അതൊന്നും സമ്പൂർണ്ണമേ അല്ല. പല പുസ്തകങ്ങളും മനഃശാസ്ത്ര പുസ്തകങ്ങളും വായിച്ചവർ എൻ്റെ മുന്നിലുണ്ടാകും. ഡോക്ടർ വി പി ഗംഗാധരൻ്റെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും മിടുക്കനായ ഓങ്കോളജിസ്റ്റാണ്, ക്യാൻസർ രോഗ വിദഗ്ധനാകുന്നത്. അദ്ദേഹത്തിൻ്റെ നിരവധി പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജീവിതം ഒരു അത്ഭുതം. ഒരു ഡോക്ടർ ദമ്പതിമാരുടെ കഥ പറയുന്നുണ്ട്. മോന് ക്യാൻസർ വന്നു, RCCയിൽ അഡ്മിറ്റാക്കി. ഒരു ദിവസം ആ ക്യാൻസർ പിടിച്ച് കീമോതെറാപ്പി നടന്നുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരുടെ മോന് സിഗരറ്റ് വലിക്കുന്നത് നഴ്സുമാർ പിടികൂടി. ക്യാൻസറും സിഗരറ്റും തമ്മിലുള്ള ബന്ധം അതിൻ്റെ കൂട് നോക്കിയാൽ തന്നെ അറിയും. ഡോക്ടർ ഗൗരവത്തിലെടുത്തു. അത് കുറേ ഉപദേശമൊക്കെ കൊടുത്തു വിട്ടു. വേറൊരു ദിവസം ഡോക്ടറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടിയുടെ ബെഡിനടിയിൽ നിന്ന് വിദേശ മദ്യത്തിൻ്റെ ചെറിയ ചെറിയ ബോട്ടിലുകൾ കിട്ടി. അതോടുകൂടെ ഡോക്ടർ കുറച്ച് ഗൗരവത്തിൽ ഇതെങ്ങനെ എത്തിച്ചേരുന്നു എന്നതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ കുട്ടിയുടെ അമ്മ ഡോക്ടറാണിത് കൊണ്ടുവന്ന് കൊടുക്കുന്നത് എന്ന്. ഗംഗാധരന് സ്വാഭാവികമായി ദേഷ്യം വന്നു. അമ്മയെയും അച്ഛനെയും വിളിച്ചു വരുത്തി. അതിൻ്റെ ഗൗരവം വളരെ ശകാര രൂപത്തിൽ അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. ആ ഡോക്ടർമാർ ഗംഗാധരൻ്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. നിങ്ങൾ വൈദ്യശാസ്ത്രത്തെ എന്നെപ്പോലെ പ്രവർത്തിക്കുന്ന 2 ആളുകളാണ്. ക്യാൻസറും മദ്യവും ക്യാൻസറും സിഗരറ്റും തമ്മിലുള്ള ബന്ധം ശരിക്കറിയാവുന്ന 2 പേരാണ് നിങ്ങൾ, സാധാരണക്കാരല്ല. എന്നിട്ട് കീമോതെറാപ്പി ചെയ്യുമ്പോൾ, കീമോതെറാപ്പി എന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം ജീവിക്കേണ്ട കാലം. ഫുഡ് പോലും ഡോക്ടർ എഴുതി കൊടുക്കുന്നത് ഡോക്ടറിന് വിശ്വാസമുള്ള ക്യാൻറ്റീനിൽ നിന്ന് മാത്രം കൊടുക്കുന്ന കാലം. എന്നിട്ട് ആ സമയത്താണ് സിഗരറ്റ് വലിക്കുന്നത്, ആ സമയത്താണ് മദ്യം കുടിക്കുന്നത്. അത് ഡോക്ടർമാരാകുന്ന നിങ്ങൾ തന്നെ എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി എന്ന് പറഞ്ഞ് ഡോക്ടർ വി പി ഗംഗാധരൻ ആ മാതാപിതാക്കളെ ശക്തമായി ശകാരിക്കുമ്പോൾ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, സാറേ ക്ഷമിക്കണം, ഈ പറഞ്ഞതൊക്കെ ശരിയാ, ഞങ്ങൾക്കറിയാം ഇതിൻ്റെ സീരിയസ്നെസ്. പക്ഷേ അങ്ങയുടെ ട്രീറ്റ്മെൻറ്റിനോട് എൻ്റെ മകൻ സഹകരിക്കണമെങ്കിൽ കൃത്യസമയത്ത് അവന് സിഗരറ്റ് കിട്ടിയിരിക്കണം, കൃത്യസമയത്ത് അവന് മദ്യപിക്കാനുള്ള അവസരം ലഭിക്കണം. അല്ലെങ്കിൽ അവൻ വയലൻ്റ് ആകും, ഇറങ്ങിപ്പോകും, അക്രമം കാണിക്കും, ഇതെല്ലാം അടിച്ചു പൊളിക്കും. നിസ്സഹായതയോടുകൂടെ പൊട്ടിക്കരഞ്ഞ് ആ ഡോക്ടർ അമ്മ വിശദീകരിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞങ്ങൾക്ക് 2 പേർക്കും സ്വന്തമായി ആശുപത്രി ഉണ്ടായിരുന്നു. നല്ല തിരക്കുള്ള ഡോക്ടർമാരായിരുന്നു ഞങ്ങൾ. നേരത്തെ പോകും, വളരെ വൈകിയേ വരൂ. വന്നാൽ തന്നെയും പലപ്പോഴും അടിയന്തരമായ ചില കേസ് വന്നാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും. മകനുമായി തീരെ ബന്ധമില്ലാതെയായി. അവനെ കുഞ്ഞിലെ വളർത്താൻ ഒരു ആയയെ ഏൽപ്പിച്ചു. അവൻ സങ്കടപ്പെടാതിരിക്കാൻ, കരയാതിരിക്കാൻ. എങ്ങനെയുണ്ട് ആയാന്ന് ചോദിക്കുമ്പോൾ നല്ല അമ്മയാണെന്ന് മറുപടി പറയാൻ ഇവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർ നീങ്ങി. അവിടെയാണ് പ്രശ്നം. കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ നീങ്ങി. കുട്ടിയുടെ ഭാവി അവരെ സംബന്ധിച്ച് പ്രധാനമല്ലായിരുന്നു, കാരണം അവരുടെ മകനല്ല. കുട്ടി അമ്മയും അച്ഛനും എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ സന്തോഷം പറയണം. അതിനുവേണ്ടി ചെറിയ കാലം മുതൽ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം അവർ നീങ്ങി. കുട്ടി ഇങ്ങനെ ചെറിയ ചെറിയ ബോട്ടിൽ ജ്യൂസുകൾ മാത്രം കുടിച്ച് ശീലിച്ചു. ടിൻ ഫുഡുകൾ മാത്രം തിന്നു. ചിപ്സുകൾ പല ജാതി മേടിക്കാൻ കിട്ടും. ചെറിയ ചെറിയ കടകളിൽ പോലും വലിയ മാലയായിട്ട് തൂങ്ങിക്കിടക്കുന്നുണ്ടാകും പല ജാതി ചിപ്സുകൾ.
മാരകമായ കുറേ പദാർത്ഥങ്ങൾ അതിലുണ്ടെന്ന് നിരവധിയായ പഠനങ്ങളുണ്ടാകും. എന്നാലും ഈ കുഞ്ഞു മക്കളെയും കൊണ്ട് നമ്മൾ അങ്ങാടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് മതിയാകും, വേറൊന്നും വേണ്ട എന്നവർ പറയും. കുട്ടികൾ അത്രമേൽ ആകർഷിക്കാൻ പറ്റുന്ന, അത്രയ്ക്ക് അതിൻ്റെ ടേസ്റ്റ് അവർക്ക് മറക്കാൻ പറ്റാത്ത ചില കെമിക്കലുകൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രം തിന്ന് എൻ്റെ മകൻ വളർന്നു. പതിയെ 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 അവൻ സ്മോക്കിങ്ങിലേക്ക് എത്തി. പിന്നെ മദ്യപാനിയായി. അവനെ ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. ഞങ്ങൾ ഡോക്ടർമാരും തിരക്കുള്ളവരുമായതുകൊണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ഞങ്ങൾ ആശുപത്രിയിൽ അധ്വാനിച്ചു. അതുകൊണ്ട് ക്ഷമിക്കണം എന്നും പറഞ്ഞിട്ട് ആ മാതാപിതാക്കൾ പൊട്ടിക്കരയുന്നതിന് ഗദ്ഗതത്തോടുകൂടെ ഡോക്ടർ വി.പി. ഗംഗാധരൻ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ എന്തിനാ അത് സൂചിപ്പിച്ചത്? കുഞ്ഞ് വളരണമെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു സപ്പോർട്ട് വേണം. അമ്മയാവാം, വല്യമ്മയാവാം, ആയയാവാം, ആരെങ്കിലും. ഒരിക്കലും മനുഷ്യക്കുട്ടിക്ക് സ്വന്തമായി അതിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയില്ല. അത്രയേ പടച്ച റബ്ബ് ജനന സമയത്ത് മനുഷ്യ കുഞ്ഞിന് ബുദ്ധി നൽകുന്നുള്ളൂ. എന്തിനാ റബ്ബ് താല അങ്ങനെ തന്നെ മനുഷ്യനെ പടച്ചത്? കുടുംബജീവിതമാണ് മനുഷ്യൻ്റെ നൈസർഗികമായ രീതി. ആരൊക്കെ എതിര് പറഞ്ഞാലും, ചെറിയ ചെറിയ പെൺകുട്ടികൾ തെറിച്ച് ജീവിക്കാൻ ശ്രമിച്ചാലും, ഞങ്ങൾക്ക് ഭർത്താവ് വേണ്ട, കല്യാണം വേണ്ട, കുടുംബജീവിതം വേണ്ട, ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളാണ്, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞിട്ട് അവർ അവരുടേതായ മേഖലകളിൽ പാറിപ്പറക്കാനും ചേക്കാറാനും വിചാരിച്ചാലും മനുഷ്യൻ്റെ പ്രകൃതി കുടുംബജീവിതമാണ്. ആരെങ്കിലും ഒരാൾ കുഞ്ഞിനെ സംരക്ഷിക്കണം. അത് ഉമ്മയാണെങ്കിൽ 100% പെർഫെക്റ്റ് ആവും. അവർക്ക് അത്രമേൽ ആർദ്രതയുണ്ടാകും. നമുക്ക് കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ചെലവ് ചെയ്യുന്നതൊക്കെ ചില ബുദ്ധിമുട്ടുകളെ ആണുങ്ങൾക്കുള്ളൂ. ചില ആളുകളൊക്കെ ഇപ്പോൾ അതിനും കൂടെ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം പ്രസവം അടക്കുന്ന റിപ്പോർട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. കുറച്ച് ആശുപത്രി പോണതും ഡോക്ടറെ അടുത്ത് കൊടുക്കുന്ന ചിലവേ പുരുഷനുള്ളൂ. നേരെ മറിച്ച് ഈ സ്ത്രീ സമൂഹം ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി സഹിക്കുന്ന ത്യാഗങ്ങൾ നമുക്ക് എണ്ണിയാൽ തീരൂല. അവരെത്രമേൽ അഭിനന്ദിച്ചാലും ബഹുമാനിച്ചാലും തീരൂല്ല. അവരൊരിക്കൽ പോലും ശകാരിക്കാനോ അവരെ വിഷമിപ്പിക്കാനോ ഒരു മനുഷ്യന് സാധ്യമല്ല. അവർ സഹിക്കുന്ന ഈ ഒരു മനുഷ്യകുലം നിലനിൽക്കാൻ, ഈ തലമുറ ഒരു സ്പീസീസിൽ നിന്ന് അടുത്തതിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കാൻ, എവല്യൂഷൻ അല്ല ഞാൻ പറയുന്നത്, മനുഷ്യൻ്റെ തന്നെ ഓരോ വർഗങ്ങൾ, അവർ ചെയ്യുന്ന ത്യാഗത്തിൻ്റെ ഊക്ക് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞാൻ കൂടുതൽ ആർദ്രത കാണിക്കേണ്ടത് ആരോടാണെന്ന ചോദ്യത്തിന് ഒന്നാമതായി വളരെയേറെ ആവേശത്തോടു കൂടി ഉമ്മക്കാനിൻ്റെ ഉമ്മയോടാണെന്നാണ് മുത്ത് റസൂൽ മറുപടി പറയുന്നത്. വിവാഹ വിധങ്ങൾ ഓർത്ത് കാണും. 9 മാസവും 10 ദിവസവും ഗർഭം ചുമന്ന് നമ്മുടെ സ്ത്രീകൾ സഹിക്കുന്ന ഗംഭീരമായ ത്യാഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ അതേക്കുറിച്ച് പ്രയോഗിക്കുന്നത് ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, പ്രയാസത്തിനുമേൽ പ്രയാസമായി അവൻ്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നു എന്നാണ്. ഇതിലേറെ എങ്ങനെയത് വിശദീകരിക്കുക? ഹമലത്തുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നു, വഹ്നൻ അലാ വഹ്ൻ, പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചുകൊണ്ട്. സ്പെഷ്യൽ രോഗങ്ങളുണ്ടാകും. ഗർഭകാലത്ത് ഷുഗർ കൂടും, പൈൽസ് ഉണ്ടാകും, വെരിക്കോസിൽ വെയിൻ ഉണ്ടാകും, ഉരവേദന വരും, ജോയിൻറ്റ് പെയിൻ ഉണ്ടാകും, മുടികൊഴിച്ചിലുണ്ടാകും, എനിമിയ എന്ന് പറയുന്ന രക്തക്കുറവുണ്ടാകും, കണ്ണ് കുഴിഞ്ഞു പോകും. പലപ്പോഴും രക്തത്തിന് നിരവധിയായ ഗുളികകളും പൗഡറുകളും ഡോക്ടർമാർ നിർദ്ദേശിക്കും. എന്നിട്ടും ഹീമോഗ്ലോബിൻ ചുരുങ്ങിയതൊരു 10-11 എത്തിയിട്ടില്ലെങ്കിൽ 4 ആംപ്യൂൾ ബ്ലഡ് കയറ്റണം പ്രസവം ശരിയാവാനെന്ന് ഡോക്ടർ നിർദ്ദേശം തരും. രക്തക്കുറവോടുകൂടെ പിന്നെ പല പ്രശ്നങ്ങളായി, തലചുറ്റലായി, പല സ്മെല്ലും അവർക്ക് സഹിക്കാൻ പറ്റില്ല, ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഛർദ്ദിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കലും അതോടൊപ്പം വളർന്നു വരുന്ന കുഞ്ഞിനുള്ള പോഷകം കൂടെ ആ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് ഊറ്റിയെടുക്കുകയും ചെയ്യുമ്പോൾ ഉമ്മ വല്ലാത്തൊരു പ്രയാസത്തിലാണ്. വഹ്നൻ അലാ വഹ്ൻ, പ്രയാസത്തിനുമേൽ പ്രയാസമായാണ് ഗർഭം ചുമക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് പരിഹരിക്കാതിരിക്കാൻ പറ്റില്ല. സ്ത്രീകൾക്ക് ജനിക്കാനുള്ള സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്ത, ലോക ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾക്ക് അനന്തരാവകാശത്തിൽ പങ്ക് നൽകിയ, സ്ത്രീ ബഹുവന്യയാണെന്ന് സമൂഹത്തെ പഠിപ്പിച്ച, കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിൽ അഭിമാനമായി കണ്ടിരുന്ന സമൂഹത്തിന് മുന്നിൽ പെൺകുട്ടികളെ, നിരവധി പെൺകുട്ടികളെ സ്നേഹപൂർവ്വം വളർത്തി വലുതാക്കി ചരിത്രം സൃഷ്ടിച്ച വിവാഹ നിമിതങ്ങളെക്കുറിച്ച് നമ്മൾ ഇനി എത്രേ പറയണ്ടു? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീ വിരുദ്ധനാണെന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയ കാലമാണ്, എല്ലാവർക്കും 1-2 ഫോണുള്ള കാലം.
പരമമായി ജീവിക്കാനുള്ള അവകാശം പോലും സ്ത്രീ കുഞ്ഞുങ്ങൾക്ക് നേടിക്കൊടുത്തത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മക്കളെ വളർത്തുന്നതിന് മാതൃകയായി അവർ ജീവിച്ചു. ഫാത്തിമ ബി തൻ്റെ മകൾ കടന്നു വരുമ്പോൾ നബി തങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് സ്വീകരിച്ചു, മുത്തം കൊടുത്തു, തോള് പിടിച്ചു കൊണ്ടുവന്നു, താൻ ഇരുന്നിടത്തിരുത്തി. അയ്യേന്ന് പറയുന്ന സമൂഹമാണത്. പെൺകുട്ടിനെ വളർത്തുന്നത് പോലും മാനക്കേട്, പെൺകുട്ടിയോട് ലാളിത്യം കാണിക്കുന്നത് മാനക്കേട്. ആ സമയത്ത് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതെന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. ഫാത്തിമത്തു ബിളഅത്തും മിന്നി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. ആരെങ്കിലും ഫാത്തിമൂനെ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഇഷ്ടപ്പെട്ടു, ആരെങ്കിലും ഫാത്തിമൂനെ വെറുത്തിട്ടുണ്ടെങ്കിൽ എന്നോട് വെറുപ്പ് കാണിച്ചു എന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്ത്രീകളുടെ കഷ്ടപ്പാട് ഓർക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആരോട് കൂടുതൽ ബഹുമാനം കാണിക്കണം, ആരോട് അടുപ്പം കാണിക്കണം, ആർദ്രത കാണിക്കണം എന്ന ചോദ്യത്തിന് ഒന്നാമതായി അവിടുന്ന് ഉമ്മയോട് എന്ന് വളരെയേറെ മനോഹരമായി വിശദീകരിച്ചു കൊടുക്കുന്നത്. രണ്ടാമതും മൂന്നാമതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മനെ തന്നെ പറഞ്ഞു. ഗർഭത്തിന് ശേഷമുണ്ട് പ്രസവം എന്ന് പറയുന്ന മഹാത്യാഗം. മഹാത്യാഗം പലപ്പോഴും ശാസ്ത്രരംഗത്ത് വേദനയ്ക്കൊരു മാപ്പിന് നിശ്ചയിക്കാൻ പറ്റുമെന്നുള്ള ചർച്ച ഉണ്ട്. വേദന ഇത്ര, നമ്മളിപ്പോൾ പഞ്ചസാര കിലോ എന്ന് പറയുന്ന പോലെ, വെളിച്ചെണ്ണ ലിറ്റർ എന്ന് പറയുന്നത് പോലെ വേദനയ്ക്കൊരു മാപ്പിന് നിശ്ചയിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് ശാസ്ത്രരംഗത്ത് ചില തർക്കങ്ങളുണ്ട്. അത് പറ്റുമെന്ന് പറയുന്ന ചിലരുണ്ട്, അവരതിന് ഡൽ എന്നാണ് കണക്ക് പറയാം. ഒരു മനുഷ്യൻ, ആരോഗ്യമുള്ളൊരു മനുഷ്യന് 40 ഡൽ വേദനയ്ക്കാണ് അത്രേ സഹിക്കാൻ പറ്റുക. അത് കഴിഞ്ഞാൽ ബോധം കെട്ടുപോകും. പ്രസവ സമയത്ത് നമ്മുടെ സഹോദരിമാർ 45 അതിലേറെയും ഡൽ വേദന സഹിക്കുന്നു. ബോധം കെടൂല അവർ. തൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന 10 മാസത്തോളം ഞാൻ കാത്തു വെച്ച പൊന്നോമനയുടെ മുഖം കാണാൻ ഞാനങ്ങനെ ബോധം കെട്ട് കിടന്നാൽ പറ്റൂല എന്ന് അവരുടെ ഉപബോധ മനസ്സ് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവർ കണ്ണുമീഴ്ച് കാത്തിരിക്കും. നിരവധിയായ എല്ലുകൾ ഒന്നിച്ചു നുറുങ്ങുന്ന വേദന സഹിക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെയും നിൻ്റെ ഉമ്മനോട്. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ 2 വർഷത്തിലേറെയുള്ള മുലകൊടിപ്രായം, അത് കഴിഞ്ഞ കുഞ്ഞിൻ്റെ ഓട്ടവും ചാട്ടവും തൻ്റെ ഹൃദയത്തിൽ ആവാഹിച്ചു കൊണ്ടുള്ള കുഞ്ഞിൻ്റെ ചെറിയ പ്രായം. ജോലി ചെയ്യുന്നുണ്ടാവും, ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, കിടക്കുന്നുണ്ടാവും, ചിന്ത മൊത്തം കുഞ്ഞെവിടെയെന്നായിരിക്കും. ഒരു നിമിഷങ്ങാനും ശ്രദ്ധ മാറിപ്പോയാൽ എന്നും കരുതിയിട്ട് ഉറക്ക് ഗാഠമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഗാഠമായി അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. നമ്മൾ ജോലിയൊക്കെ ചെയ്ത് ഇതിരിയൊക്കെ ക്ഷീണത്തോടുകൂടെ പോയി കിടന്നുറങ്ങുന്നു. കുട്ടി എത്ര കരഞ്ഞാലും നമ്മളറിയില്ല. നേരെ മറിച്ച് കോളിംഗ് ബെല്ലിൽ ആരെങ്കിലും ഒന്ന് സ്വിച്ചിട്ടാൽ നമ്മൾ ചാടി എഴുന്നേക്കും. കാരണം നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. നേരെ മറിച്ച് മാതാവിൻ്റെതോ കോളിംഗ് ബെല്ല് ചിലപ്പം നിരന്തരമായി ശബ്ദിച്ചാലും അവരറിയില്ല. തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞ് ജസ്റ്റ് ഒരു മൂളൽ തുടങ്ങിയാൽ അവർ ചാടി എഴുന്നിട്ടുണ്ടാവും, മോനെ മോളെ എന്നും വിളിച്ചിട്ട്. ഇത്രമേൽ ഹൃദയ വികാരത്തോടുകൂടെ മക്കളെ അവർ വളർത്തുന്നു. ഇതുകൂടെ പരിഗണിച്ചാവണം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമതായി നിൻ്റെ ഉമ്മയോട് എന്ന് പ്രത്യേകം പറയുന്നത്. പിന്നെ കുടുംബജീവിതം നയിക്കാൻ മോനും ഉമ്മയും മാത്രം പോരാ, അല്ലെങ്കിൽ മോളും ഉമ്മയും മാത്രം പോരാ. അവർക്ക് സംരക്ഷണം നൽകാൻ, ഭക്ഷണം നൽകാൻ, താമസ സൗകര്യം ഉണ്ടാക്കാൻ, അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ, അവർക്ക് വേണ്ട വിനോദങ്ങൾ നടത്താൻ, അവർക്ക് വേണ്ട രീതിയിൽ സംരക്ഷണം നൽകാൻ പിതാവ് വേണം. നാലാമതായി റസൂലുള്ളാഹി പറഞ്ഞു, അബൂക്ക നിൻ്റെ വാപ്പയോട്. ഇതാണ് കുടുംബം, ഇതാണ് കുടുംബ ചിത്രം. മനുഷ്യനെ റബ്ബ് തആല സൃഷ്ടിച്ചതുപോലും കുടുംബജീവിതം മാത്രം സാധിക്കും വിധത്തിലാണ്. അല്ലെങ്കിൽ അല്ലാഹു തആല കാട്ടും കുഞ്ഞിൻ്റെ മാതിരി മനുഷ്യ കുഞ്ഞിനും ഏകദേശമൊക്കെ വിവേകവും പക്വതയൊക്കെ കൊടുത്തിട്ട് ജനിപ്പിച്ചാൽ മതിയായിരുന്നു. അത് ചെയ്തില്ല റബ്ബ്. മറിച്ച് പതിയെ 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 അവനെ വളർത്തിക്കൊണ്ടുവരണം. അതിന് നിത്യമായി അവൻ്റെ ഉമ്മയുടെ സാന്നിധ്യം വേണം. ഉമ്മക്ക് കുഞ്ഞിനെ നോക്കിയിരിക്കാൻ, കുഞ്ഞിനെ സംരക്ഷിക്കാൻ, കുഞ്ഞിന് ഭാഷ പഠിപ്പിക്കാൻ, കുഞ്ഞിന് സംസ്കാരം പഠിപ്പിക്കാൻ നിലകൊള്ളണമെങ്കിൽ, അവരുടെ കാര്യം നോക്കാൻ, അവർക്ക് ഭക്ഷണം നൽകാൻ, അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാൻ, അവരുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ, അവർക്ക് AC വെച്ച് കൊടുക്കാൻ ഒരാൾ കഠിനാധ്വാനം ചെയ്യണം. അതാണ് ഉമ്മയുടെ ഭർത്താവ്, കുട്ടിയുടെ വാപ്പ.
ഈ ചിത്രമാണ് മനുഷ്യൻ്റെ ജീവിതം. ഇതിന് വിരുദ്ധമായി നിരവധിയായ പ്രവർത്തികളും പ്രവർത്തനങ്ങളും ദർശനങ്ങളും ഇന്ന് സജീവമായി നിലകൊള്ളുന്നു. ഫെമിനിസം അതിൽപ്പെട്ട ഒന്നാണ്. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നോട് കുടുംബജീവിതത്തെക്കുറിച്ചൊന്ന് പറയണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സംഘാടകർ. ഫെമിനിസം അതിൽപ്പെട്ടതാണ്. അടിച്ചു പൊളിച്ച് സ്ത്രീകൾ നടക്കട്ടെ എന്നാണ് അവരുടെ സിദ്ധാന്തം. കല്യാണം പാടില്ലെന്നാണ്. എന്തുകൊണ്ട്? കല്യാണം ഉണ്ടാകുന്നത് കൊണ്ടാണ് കുടുംബജീവിതം ഉണ്ടാവുന്നത്. കുടുംബജീവിതം ഉള്ളത് കൊണ്ടാണ് സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നത്. ഇസ്ലാമിക കുടുംബത്തെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ട് അവർ തെറ്റിദ്ധരിച്ചു പോയതാണ്. പെണ്ണ് പീഡിപ്പിക്കപ്പെടുന്ന ഒരു രംഗമേ ഇസ്ലാമിക കുടുംബത്തിലില്ല. പ്രയോഗം പോലും ആലോചിച്ച് നോക്കുക. സൗജ് സൗജത്ത്, സൗജ് സൗജത്ത്, സൗജ് ഇണ, സൗജത്ത് തുണ. ഭാഷാപരമായി പ്രയോഗം സൗകര്യപ്പെടാൻ വേണ്ടി ത്ത് എന്ന സ്ത്രീകളെ കുറിക്കുന്ന അക്ഷരം സൂചിപ്പിക്കുന്നു എന്നല്ലാതെ, ചേർക്കുന്നു എന്നല്ലാതെ, രണ്ടും ഒരേ പദമാണ്. സൗജ്, സൗജ് ഇണ തുണ. മലയാള ഭാഷയിൽ അങ്ങനെയല്ല, സംസ്കൃതത്തിൽ അങ്ങനെയല്ല. ഭാര്യ ഭരിക്കപ്പെടുന്നവൾ, ഭർത്താവ് ഭരിക്കുന്നവൻ. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ എന്നാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാലോ ഭരിക്കുന്നവൻ. ഇവിടെ ഭരിക്കപ്പെടലും ഭരിക്കലും ഇല്ല. സൗജും സൗജത്തുമാണ്, ഇണയും തുണയുമാണ്. ചെലവ് കൊടുക്കുന്നവൻ ഭർത്താവാണ്, സംരക്ഷണം നൽകുന്നവൻ ഭർത്താവുമാണ്. സ്വാഭാവികമായും അവനൊരു മുൻതൂക്കമുണ്ട് കുടുംബജീവിതത്തിൽ, അതില്ല എന്ന് പറഞ്ഞുകൂടാ. അങ്ങനെയാണ് ഭർത്താവിനെ അള്ളാഹു പടച്ചത്. മനുഷ്യ ശരീരത്തെ ആണും പെണ്ണുമാക്കി സൃഷ്ടിച്ച് ആണിൻ്റെ ശരീരത്തെ വേറെയും പെണ്ണിൻ്റെ ശരീരത്തെ മറ്റൊരു രീതിയിലുമാണ് റബ്ബ് തആല തയ്യാറാക്കിയത്. പൊതുവേ സോഫ്റ്റാണ് സ്ത്രീ ശരീരം. ഇത്തിരിയൊക്കെ ഒരു 25-22 വയസ്സായൊരു സ്ത്രീ ഓടുകയാണെങ്കിൽ വീണിരിക്കും. അവർ വീണിരിക്കും. പ്രത്യേക പരിശീലനം നൽകിയ സ്പോർട്സ് ഓട്ടക്കാരുണ്ടാവും, അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ചെറിയ കുഞ്ഞു സ്ത്രീ കുട്ടികളുണ്ടാകും, അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഏകദേശം സ്ത്രീത്വം വെളിപ്പെട്ട് ഒരു 20-22 വയസ്സായിട്ട് പ്രത്യേക പരിശീലനം സിദ്ധിച്ചില്ലെങ്കിൽ സ്ത്രീ ഓടിയിട്ടുണ്ടെങ്കിൽ വീണു പോകും. എന്തുകൊണ്ട്? അവളുടെ ഇടുപ്പല്ല് ലൂസായിട്ടാണ് റബ്ബ് തആല സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ പ്രസവം സാധ്യമാകില്ല. അത് ഫ്ലെക്സിബിൾ ആവണം. ആണിൻ്റെ പോലെ അവരുടെ ഊരയല്ല് ശക്തമായി ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് വികസിക്കില്ല. അത് ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ പ്രസവം സാധ്യമേ അല്ല. അതുകൊണ്ട് ഇത്തിരിയൊക്കെ വന്നും ഒരു സ്ത്രീയായി രൂപപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ പ്രായത്തിലൊക്കെ എത്തിയ ഒരു വ്യക്തി ഓടുകയാണെങ്കിൽ അവർ വീണിരിക്കും. അവരുടെ ശരീരം സ്വാഭാവികമായും മർദ്ദങ്ങളെയൊക്കെ സ്വീകരിക്കാൻ പറ്റും വിധത്തിലാണ് റബ്ബ് തആല സൃഷ്ടിച്ചത്. കൂടുതൽ ക്ഷമിക്കാൻ പറ്റും വിധത്തിലാണ് അതിൻ്റെ സംവിധാനം. അതങ്ങനെയേ പറ്റൂ. ആണാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. ആണിൻ്റെ ശരീരം പരമാവധി ഹാർഡായിരിക്കും, അവൻ്റെ എല്ലുകൾ സ്ട്രോങ് ആയിരിക്കും, അവൻ്റെ മനഃശക്തി കൂടുതലായിരിക്കും. ഒരു പാമ്പിനെ കാണുമ്പോഴേക്ക് സ്ത്രീജനങ്ങൾ ചിലപ്പോൾ പേടിച്ചു വറക്കും. ആണാണെങ്കിൽ എങ്ങനെ അതിനെ കൊല്ലുക, ചെരുപ്പൂരിയിട്ടെങ്കിലും തല്ലണം എന്നുള്ള ആവേശത്തിലായിരിക്കും. ഒറ്റയ്ക്കിരിക്കുന്നൊരു സ്ത്രീ ജനലിൽ ഇങ്ങനെ വെണ്ട് മുട്ടണത് കണ്ടാൽ അവർ വണ്ണം കൂടും. മൊബൈലെടുത്തിട്ട് വിളിക്കാൻ പോലും കഴിയാതെ വരും, പേടിച്ചരണ്ടു പോകും. പൊതുവേ നേരെ മറിച്ച് ഒരാൺ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വെണ്ട് വന്ന് ജനലിൽ മുട്ടല്ല, ഒരു ശബ്ദത്തിൽ തന്നെ ഒരു അക്രമി വിളിച്ച് ആർത്താലും ചാടി പുറത്തിറങ്ങി ആരടാന്ന് ചോദിക്കാനാണ് പൊതുവേ അവൻ്റെ രീതിയും ശൈലിയും. വ്യത്യസ്തം ഉണ്ടാവും. ചില ആണുങ്ങളുണ്ടാവും മഹാപേടി തൊണ്ടന്മാർ, ചില സ്ത്രീകൾ ജനങ്ങളുണ്ടാകും വലിയ ധൈര്യശാലികൾ. പക്ഷേ അത് പൊതുവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതല്ല. ഇതങ്ങനെയാണ് അതിൻ്റെ രീതി. ഹാർഡായ ജോലികൾ കാര്യമായിട്ട് ചെയ്യാൻ കഴിയില്ല. ഞാനൊക്കെ പലപ്പോഴും ദീർഘമായി യാത്ര ചെയ്യുന്നയാളാണ്. കോഴിക്കോട് ടൗണിൽ രാത്രി പല സമയങ്ങളിലും വന്നിറങ്ങുന്നയാളാണ്. പലപ്പോഴും കാണാം റെയിൽവേ സ്റ്റേഷനിലൊക്കെ 50 കിലോയുടെ ചാക്കുവേറ്റിയിട്ട് നല്ല തണുപ്പുള്ള രാത്രികളിലും വേർത്തു കുളിച്ചുകൊണ്ട് ട്രെയിനിൽ നിന്ന് ട്രെയിനിലേക്ക് ഓടുന്ന കുറേ ആളുകൾ. അത് സ്ത്രീകൾക്ക് സാധിച്ചോളണം എന്നില്ല. അതൊരു കഴിവുകേടല്ല. അങ്ങനെ അവരും പുരുഷൻ ഇങ്ങനെയുമാകുമ്പോഴാണ് സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുരുഷന് ഒരിക്കലും സാധ്യമല്ല പ്രസവിക്കാൻ, ഗർഭം ചുമക്കാൻ, നേരാവണ്ണം കുഞ്ഞിനെ നോക്കാൻ, കുഞ്ഞിനെ താരാട്ട് പാടാൻ,
കുടുംബജീവിതം മനോഹരമായി കൈകാര്യം ചെയ്യാൻ ഒരു പുരുഷനും സാധ്യമേ അല്ല. ഈ വർക്കുകളൊക്കെയും സ്ത്രീനെ ഏൽപ്പിച്ചാൽ പലപ്പോഴും പരാജയപ്പെടുകയും ചെയ്യും. ഇപ്പോൾ കോഴിക്കോട് ടൗണിലെ തന്നെ ഒരു ഉദാഹരണം പറയാം. 50 സ്ത്രീ ഓട്ടോറിക്ഷകൾ ഇറക്കി അവിടുത്തെ കോർപ്പറേഷൻ, 50. അതിലൊന്ന് മാത്രമേ ഇപ്പോൾ ഓടുന്നുള്ളൂ. ജിഹാദ് എന്നാണ് അതിൻ്റെ പേര്. ഒന്ന് മാത്രമേ ഉള്ളൂ. 49 എവിടെയോ പോയി മറഞ്ഞു. ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഓട്ടോറിക്ഷ ഇറക്കുമ്പോൾ സാധാരണ ടാക്സി ഓട്ടോറിക്ഷയുടെ പെയിൻ്റ് അല്ലായിരുന്നു, നീല കളറായിരുന്നു. എന്തിനാ? ഇത് നമ്മുടെ മോളാണെന്ന് ശ്രദ്ധിക്കണമെന്ന് മറ്റു ഓട്ടോക്കാർക്കും മറ്റ് വാഹനക്കാർക്കും മനസ്സിലാവാൻ. എന്ന് മാത്രമല്ല, ഡ്രൈവറാകുന്ന സ്ത്രീയുടെ ബാക്കിൽ ഇരുമ്പിൻ്റെ നെറ്റ് ഫിറ്റ് ചെയ്തിരുന്നു. എന്തിന്? യാത്രക്കാരൻ വെറുതെ ഒന്നിങ്ങനെ തോണ്ടാതിരിക്കാനും തൊടാതിരിക്കാനും. എന്തിനായി വ്യത്യസ്തതകൾ? എന്തിനാണ് ഈ വ്യത്യസ്തതകൾ? എന്തിനധികം KSRTCയിൽ കയറുന്നവരാണ് നമ്മൾ. ചില KSRTCയിൽ കണ്ടക്ടർ സ്ത്രീയാണ്. അവരിയ്ക്കുന്ന ബാക്കിലെ ഡോറിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, സ്ത്രീ കണ്ടക്ടറായ വാഹനത്തിൽ കണ്ടക്ടറുടെ സീറ്റിൽ പെണ്ണ് വനിതയെ ഇരിക്കാവൂ. എന്താണിരുന്നാൽ നമ്മൾ സർവതന്ത്ര സ്വതന്ത്രരല്ലേ? ആണും പെണ്ണൊക്കെ ഈക്വലല്ലേ? സമത്വല്ലേ? എന്തിനാ വെറുതെ ഇപ്പോൾ ആണിൻ്റെ അടിമയായി നിൽക്കണം? എല്ലാത്തിനും പര്യാപ്തരാണെന്ന് നമ്മൾ പലപ്പോഴും പറയുന്നില്ലേ? എന്തിനാണ് ഗവൺമെൻറ് തന്നെയും ഔദ്യോഗികമായ നമ്മുടെ പൊതുവാഹനങ്ങളിൽ, യാത്രാ സംവിധാനങ്ങളിൽ സ്ത്രീ കണ്ടക്ടറുടെ സീറ്റിൽ പുരുഷനിരിക്കരുതെന്ന് എഴുതി വെക്കുന്നത് എന്തിനാണ്? സ്ത്രീ കണ്ടക്ടറുടെ സീറ്റിൽ പുരുഷനിരിക്കരുത്, അടുത്ത് പുരുഷനിരിക്കരുത് എന്ന് എഴുതി വെക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഹാർഡായ വർക്കുകൾക്ക് അവർക്ക് സാധ്യമേ അല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഊക്കിന് ചിലപ്പോൾ ചെയ്തേക്കും. പക്ഷേ നിത്യമായ രീതിയിൽ ഇതങ്ങനെ സംഭവിക്കണമെങ്കിൽ തീർച്ചയായും ദൃഢചിത്തരായ, ശക്തമായ മസിലുള്ള, ആരോഗ്യമുള്ള പുരുഷന്മാർ തന്നെ വേണം. അതുകൊണ്ടല്ലേ നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഗൾഫിലൊക്കെ പോയ ആളുകളുണ്ടാവും, രാവും പകലും ഷിഫ്റ്റായിട്ട് ഗംഭീരമായ കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങൾ കാണാം. എന്തുകൊണ്ടാണ് ഒരൊറ്റയാളെയും സ്ത്രീയായി നമ്മൾ കാണാത്തത്? ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ തിളങ്ങി നിൽക്കണം. ഓരോരുത്തരും അവരവരുടേതായ രംഗം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കാൻ തുടങ്ങിയാൽ ഇന്ന് കാണുന്ന എല്ലാ അനർത്ഥങ്ങളും ഉണ്ടാകും. സ്ത്രീ പുരുഷനാകുന്നു, പുരുഷൻ സ്ത്രീയാകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുമാറിക്കളിക്കുന്നു. കുടുംബം എന്ന് പറയുന്ന മനോഹരമായ സംവിധാനം തകർന്നു തരിപ്പണമാകുന്നു. ആർക്കും ആരോടും ബാധ്യതയില്ലാത്ത അലസന്മാരുടെയും ബുദ്ധിശൂന്യരുടെയും ലോകം സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞുമക്കൾ ഒരു നിയന്ത്രണത്തിലും പെടാത്തത്. അതുകൊണ്ടാണ് മയക്കുമരുന്നുകൾ വ്യാപകമായി നമ്മുടെയൊക്കെ ഇടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധമായ പെരുന്നാളിന് നിസ്കാരാനന്തരം ഖുതുബ കഴിഞ്ഞിട്ട് മയക്കുമരുന്നിന് വിരുദ്ധമായി പ്രതിജ്ഞ എടുക്കേണ്ടി വരുന്നത്. കുടുംബം മനോഹരമായി നിലനിൽക്കണം. സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റാണ് കുടുംബം. അവിടെ സ്നേഹം തിരതല്ലണം, അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കാനും വെറുക്കാനുമല്ല. ഇത് കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ സുരക്ഷിതത്വമുള്ള കേരളത്തിലെ നാട്. മുൻ വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ പറയുകയും ചെയ്തു ഒരു പ്രാവശ്യം നിയമസഭയിൽ, അല്ലേ? ടീച്ചറമ്മ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം, ഞങ്ങളുടെ നാട്ടിലെ മുസ്ലിങ്ങൾ സ്ത്രീകൾ അവരവരുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നത് കൊണ്ട് അക്രമം വളരെ കുറവാണ് ആ സൊസൈറ്റിയിൽ നിന്നും, ആത്മഹത്യ തീരെ ഇല്ലെന്ന് തന്നെ പറയാം എന്നൊക്കെ അവർ നിയമസഭയിൽ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു നാട്ടിലാണ് സ്ത്രീകളെ പരമാവധിക്കധികം മാനിക്കുന്ന കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം പലപ്പോഴും സ്ത്രീകൾ നേതൃത്വം നൽകിയിരുന്ന അറക്കൽ രാജകുടുംബത്തിൻ്റെ നാട്ടിലാണ് ഞാനിത് സംസാരിക്കുന്നത്. സ്ത്രീകളെ ഇത്രമേൽ മാനിച്ച് സ്നേഹത്തോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിച്ച് മക്കളുടെ കാര്യത്തിൽ രണ്ടുപേരും ശ്രദ്ധയോടുകൂടെ പ്രവർത്തിച്ച് മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹവും ആത്മീയതയും കണ്ട് മക്കൾ വളർന്നു വന്നാൽ തീർച്ചയായും ആ മക്കൾ സമൂഹത്തിന് ബാധ്യതയാവില്ല. ആ മക്കളെ പ്രതി ഒരു പിതാവും മാതാവും ബുദ്ധിമുട്ടേണ്ടിയും വിഷമിക്കേണ്ടിയും വരില്ല. നേരെ മറിച്ച് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പിതാവ് പിതാവിൻ്റെ രീതിയിലും മാതാവ് മാതാവിൻ്റെ രീതിയിലും
ഓരോരുത്തരും അവരവർക്ക് തോന്നിയ രീതിയിൽ കുടുംബത്തിനോ ബന്ധങ്ങൾക്കോ സ്ഥാനം നൽകാതെ ജീവിച്ചാൽ തീർച്ചയായും ആ നാട് തകർന്നു പോകും, ആ സമൂഹം ഇല്ലാതെയാകും. ധാരാളം ബാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. കുറേ കാലം ജീവിക്കുന്നവരല്ല നമ്മൾ. ഒരു മനുഷ്യൻ്റെ ദൗത്യം എന്തെന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താ നമ്മളൊക്കെ ജന്മോദ്ദേശ്യം? എന്തിനാണ് നമ്മൾ ജീവിക്കണത്? എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കണത്? എന്തിനാണ് നമ്മൾ വിദ്യാഭ്യാസം നേടുന്നത്, ജോലിക്ക് പോകുന്നത്? എല്ലാത്തിനും പരമമായൊരു ലക്ഷ്യമുണ്ട്. സൂറത്ത് ആൽ ഇംറാൻ്റെ 185-ാമത്തെ വചനം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരിക്കുക തന്നെ ചെയ്യും. ഇതേ വാക്യം സൂറത്തുൽ അംബിയയിൽ ആവർത്തിക്കുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണപ്പെടുക തന്നെ ചെയ്യും. നിരവധിയായ ശാസ്ത്ര കണ്ടെത്തലുകൾ നടത്തിയ സയൻറ്റിസ്റ്റുകളൊന്നും ഇവിടെ ചിരഞ്ജീവികളായിട്ടില്ല. അവർ നിത്യമായി ഇവിടെ ജീവിച്ചിട്ടില്ല. അവരൊക്കെ അവരുടേതായ സമയത്ത് പോയിക്കൊണ്ടേയിരുന്നു. വലിയ വലിയ മഹാന്മാർ കടന്നു വന്നു. അവരാരും എന്നുമെന്നും ഇവിടെ നിലകൊള്ളുന്നില്ല, പോയിക്കൊണ്ടേയിരുന്നു. നിരവധിയായ പ്രവാചകന്മാർ, ഔലിയാക്കൾ, അമ്പിയാക്കൾ, അതത് സമയങ്ങളിൽ ഓരോരുത്തരും പരലോകത്തേക്ക് യാത്രയായി. ഇനി നമ്മൾ കുറച്ചാളുകൾ ഒരാൾക്ക് പോലും ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനേ കഴിയില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും. നമ്മുടെ കൂട്ടുകാരൻ മരിക്കുന്നിടത്ത് നമ്മൾ ജനാസ സംസ്കരണത്തിന് പോയിട്ടുണ്ടാകും. കൂട്ടുകാരികൾ മരിച്ചിടത്ത് പോയിട്ട് കണ്ണീരൊലിപ്പിച്ച് നിന്നിട്ടുണ്ടാകും. നമ്മുടെ അമ്മമാരൊക്കെ യാസീനോദി ദ്വാർന്നിട്ടുണ്ടാകും. ബന്ധുമിത്രാദികൾ മരിച്ചപ്പോൾ സങ്കടത്തോടുകൂടെ അവിടെ ചെന്നവരുണ്ടാകും. അപ്പോഴൊന്നും അടുത്തത് ഞാനും നിങ്ങളുമാകാനുള്ള സാധ്യത നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നില്ല. അത് നമ്മൾ ബോധപൂർവം വിസ്മരിക്കുകയാണ്. അടുത്ത നമ്മളാവുന്നുള്ളത് നമ്മൾ ഓർക്കണേ ഇല്ല. നമുക്ക് കുറേ മോഹങ്ങളുണ്ട്. പേരക്കുട്ടിയുടെ മംഗലം വരണം, അന്ന് രാത്രി അലീസൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും സ്വീകരിച്ചിരുത്തണം, എന്നിട്ട് അവളുടെ മംഗലമൊക്കെ കഴിഞ്ഞിട്ട് അവളിങ്ങനെ പ്രസവിക്കണം, കുട്ടിൻ്റെ കല്യാണത്തിനും സജീവമായിട്ട് സഹസിലൊക്കെ ഉണ്ടാവണം. നമ്മളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാരണം എൻ്റെ കുട്ടിൻ്റെ കല്യാണത്തിനും ഞാൻ സജീവമായിട്ടുണ്ടാകും. ഞങ്ങളുടെ നാട്ടുകാരനാണ് പൂന്താനം. മലപ്പുറം അത്ര മോശമൊന്നുമല്ല. മലപ്പുറത്തേക്ക് ഇങ്ങനെ വന്ന ചില ആളുകൾക്കൊക്കെ ഇങ്ങനെ മുട്ടും, ചില സമൂഹ നേതാക്കൾക്കൊക്കെ ഇങ്ങനെ മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ വേറെ രാഷ്ട്രമാണെന്നൊക്കെ. അത്ര മോശമൊന്നുമല്ല ഞങ്ങളുടെ നാട്. പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ ഞാനപ്പാന കേൾക്കാത്തവരുണ്ടാവില്ലേ? അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനാണ്. പെരിന്തൽമണ്ണയുടെ അടുത്താണ്, എൻ്റെ വീടിൻ്റെ അടുത്താണ് അയാളുടെ വീട്. നമ്മുടെ മലയാളത്തിന് അക്ഷരം സൃഷ്ടിച്ച തുഞ്ചത്ത് എഴുത്തച്ഛൻ ഞങ്ങളെ തിരൂരുകാരനാണ്. തൻ്റെ വൈഭവം കൊണ്ട് സമൂഹത്തെ അന്താളിപ്പിച്ച് നിർത്തിയ ആർട്ടിസ്റ്റ് നമ്പൂതിരി ഞങ്ങളെ നാട്ടുകാരനാണ്. ലോകം അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് EMS നമ്പൂതിരിപ്പാട് ഞങ്ങളെ പെരിന്തൽമണ്ണക്കാരനാണ്. വ്യത്യസ്ത രീതിയിൽ സമൂഹത്തെ സ്വാധീനിച്ച, സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച, മാപ്പിള പോരാളികൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിച്ച MP നാരായണമേനോൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഞങ്ങളുടെ നാട്ടുകാരെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു പുസ്തകമുണ്ട് കേരളത്തിൽ, MP നാരായണമേനനും സഹപ്രവർത്തകരെന്നും പറഞ്ഞ്. ആ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ 1-ാമത്തെ പദം പുഴക്കാട്ടിരി അംശം പുഴക്കാട്ടിരി ദേശം എന്നും പറഞ്ഞിട്ടാണ്. ഞങ്ങളെ സ്വന്തം നാട്ടുകാരനാണെന്ന് അർത്ഥം. ഞങ്ങളുടെ നാടങ്ങനെ അത്ര മോശമൊന്നുമല്ല. പക്ഷേ പലപ്പോഴും പലർക്കും ഇങ്ങനെ തോന്നും അതെന്തോ ഒരു കുഴപ്പം പിടിച്ച നാടാണെന്ന് പ്രചരിപ്പിക്കാൻ. അതിനൊക്കെ സമൂഹം തന്നെ മറുപടി പറയുന്നുണ്ട്. ഞാനെന്തിനാപ്പം അത് സൂചിപ്പിച്ചത്? ഞങ്ങളെ നാട് പോലൊന്നുമല്ല നിങ്ങളെ നാട് എന്ന് അറിയിക്കാൻ വേണ്ടി, ഇവിടെയുള്ള സ്ത്രീകൾക്കുള്ള വളരെ മനോഹരമായ ജീവിതത്തെക്കുറിച്ച് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ്. അതാണ് നമ്മുടെ ടീച്ചറമ്മ നിയമസഭയിൽ പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിലാണ് വളരെയേറെ സ്ത്രീകൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് മുസ്ലിം സൊസൈറ്റിയിൽ നിന്ന്. അത്രമേൽ മാനിക്കാനും സ്നേഹിക്കാനും ആദരിക്കാനും പഠിച്ചവരാണ് എൻ്റെ മുമ്പിലുള്ളവർ. എന്നാൽ പോലും ഈ കുടുംബ ബന്ധത്തിനുള്ള ഊഷ്മളത നഷ്ടപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ നാട്ടുകാരത്തെയാണ് കല്യാണം ഉറപ്പിച്ച് മിഠായി വിതരണമൊക്കെ നടന്നു 2 ബന്ധുക്കളും പരസ്പരം സ്നേഹത്തിലും ബഹുമാനത്തിലൊക്കെ ആയിരിക്കെ തന്നെ നിഷ്കരുണം
ഈ റമദാനിൻ്റെ ആദ്യഘട്ടത്തിൽ ഏതോ ആളോടൊപ്പം ഇറങ്ങിപ്പോകുന്നത്. കുടുംബത്തിന് ഇത്രയൊക്കെ സ്വീകരണം ഉണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും ഇങ്ങനെയുള്ള ചില അനർത്ഥങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളായി ജീവിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ തോറ്റുപോണത്. നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്താണ്? ഖുർആൻ അത് വിശദീകരിച്ചു. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഫഇന്നമാ തുവഫൗന ഉജൂറഹും യൗമൽ ഖിയാമ. എല്ലാവർക്കും പ്രതിഫലം കിട്ടുന്നത് ഖിയാമത്ത് നാളിലാണ്. ഞാൻ പറയാം, അർജൻ്റ് ഉണ്ടല്ലോ, അയാൾക്ക് എന്തോ അർജൻ്റ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് പറയാൻ നിർത്തിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ വൈന്നമാ തുവഫൗന ഉജൂറഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ് നമ്മുടെ പ്രതിഫലം കൃത്യമായി ലഭ്യമാവുക. അത് കഴിഞ്ഞിട്ട് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം അല്ലാഹു നിർവചിച്ചു തരുന്നു. ഒമൻ സുഹ്സിയാനിന്നാർ, ആരാണ് നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്, വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ ആർക്ക് പ്രവേശിക്കാൻ കഴിയുന്നു, ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവർ. വിശദീകരിക്കാൻ എൻ്റെ മുന്നിൽ സമയം കുറവാണ്. മനുഷ്യൻ്റെ ജീവിതവും മനുഷ്യൻ്റെ ബുദ്ധിവൈഭവവും മനുഷ്യൻ്റെ ജീവിതത്തിൽ മാത്രം സാധ്യമായ കുറേ അനുഗ്രഹങ്ങളും തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ മൃഗങ്ങളെപ്പോലെ നശിച്ചു പോയാൽ പറ്റില്ല. അവരുടെ ഈ ജീവിതത്തിന് കൃത്യമായ ചോദ്യം ഉണ്ടാവണം, നിവാരണമുണ്ടാവണം, പ്രതിഫലമുണ്ടാവണം. അത് ലഭ്യമാകുക കൃത്യമായി പരലോകത്താകുന്നു. മനുഷ്യൻ്റെ ലക്ഷ്യം ഖുർആൻ നിർവചിക്കുന്നത് ഈ ജീവിതം വിശുദ്ധമായി കൊണ്ടുപോവുക, എന്നിട്ട് നല്ല ഈമാനോടുകൂടെ മരണപ്പെടുക, സർവാനുഭൂതിയുടെയും പർദീസയാകുന്ന സ്വർഗത്തിൽ പ്രവേശിക്കാനുമാവുക. അതോടുകൂടെ രക്ഷപ്പെട്ടു, ഫഖദ് ഫാസ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അതിനു വേണ്ടിയാണ് നമ്മളിതൊക്കെ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല പല സന്ദർഭങ്ങളെയും ആത്മീയത കൊണ്ട് നേരിടാൻ നമ്മൾ പരിശീലിക്കുന്നത്. ആരാവണം നമ്മൾ എന്നതിനെക്കുറിച്ച് കൃത്യമായി ബോധത്തോടുകൂടെയാണ് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണത്? ഇതോടെ തീർന്നില്ല നമ്മുടെ ജീവിതം. നമ്മൾ ആലോചിച്ച് നോക്ക്, മതമില്ലാതെ നടക്കുന്ന ഒരു യുക്തിവാദി, ഒരു പാവപ്പെട്ട മനുഷ്യൻ എന്തോ ഒരാവശ്യം ഉണ്ടായാൽ അവൻ 5 പൈസ കൊടുക്കാൻ തോന്നുന്നു, ഇല്ലേ? എന്താ കാര്യം? കൊടുത്താൽ അത്ര നഷ്ടപ്പെട്ടു. യുക്തിവാദികളുടെ പ്രമുഖനായ ഒരാളുടെ ഭാര്യയ്ക്ക് ക്യാൻസർ പിടിച്ചു നമ്മുടെ കേരളത്തിൽ. എന്നിട്ട് 4ാം സ്റ്റേജിലും 5ാം സ്റ്റേജിലും ഒക്കെ എത്തി. 4ാം സ്റ്റേജിലെത്തി. ആ സമയത്തുണ്ട് അവരൊരു പരസ്യം കൊടുക്കുന്നു. അവരുടേതായ മാഗസിനുകളിൽ അവർ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പരസ്യം കൊടുത്തു. എന്തായിരുന്നു അതിലുണ്ടായിരുന്നത്? ഇയാൾ മതത്തിൽ നിന്ന് മാറി നമ്മളൊപ്പം കൂടിയതാണ്. അയാളുടെ ഭാര്യയ്ക്ക് ഗുരുതരമായ രോഗം പിടിപെട്ടു. ഇപ്പം 4ാം സ്റ്റേജിലെത്തി. മതത്തിലായിരുന്നു ഇദ്ദേഹമെങ്കിൽ അവരെല്ലാവരും ചേർന്ന് മഹല്ല് സംവിധാനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് പണം സ്വരൂകൂട്ടി ശക്തമായ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് അവരെ രക്ഷപ്പെടുത്തുമായിരുന്നു. ഇപ്പം മതത്തുനിന്ന് പോന്നപ്പോൾ ആരും സഹായിക്കാനില്ല. അതുകൊണ്ട് എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചികിത്സാർത്ഥം 100 രൂപയെങ്കിലും ഡൊണേറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അവർ പരസ്യം കൊടുത്തു. 100 രൂപ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. 100 രൂപ പോക്കറ്റിൽ നിന്ന് ഒരു ചാരിറ്റിക്ക് നൽകുമ്പോൾ 100 രൂപ അവർക്ക് ആത്യന്തികമായി നഷ്ടപ്പെടുന്നു. പരലോകം അവർക്ക് വിചാരമില്ല, അവിടെ നിന്ന് ഗുണം കിട്ടുന്നവർക്ക് പ്രതീക്ഷയില്ല. നേരെ മറിച്ച് ഒരു വിശ്വാസി 100 രൂപ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ക്യാൻസർ ചികിത്സയ്ക്ക് നൽകുമ്പോൾ, വേറെ ഏതെങ്കിലും സഹായ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ലിക്കുല്ലി ഹസനത്തിൻ അശറു അംസാലിഹ, ഏറ്റവും ചുരുങ്ങിയത് 10 ഇരട്ടി 1000 രൂപ ആഖിറത്തേക്ക് വേണ്ടി അവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ആഖിറത്തെ വിചാരിച്ച് ആഖിറത്തിൽ ലാഭം കിട്ടുന്ന വിധത്തിലേക്കാക്കി മാറ്റണം നമുക്ക്. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രഭാഷണത്തിൻ്റെ 2ാം ഭാഗത്തേക്ക് ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ഇത് നമ്മുടെ ഒരു വലിയ സംരംഭമാണ്. അൽഹംദുലില്ലാഹ് ഇവിടെയുള്ള മുഅ്മിനീങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ദുആ ചെയ്ത് പിരിയുന്ന നല്ലൊരു വേദി. ഇതിൻ്റെതായ ചിലവുകളുണ്ടാവും ഇതിനല്ലേ? ശരിക്കും ഇനി ചിലവൊക്കെ കഴിഞ്ഞ് കുറച്ച് ധാരാളം പൈസ ലാഭം കിട്ടിയാൽ ഞാൻ ഈ പറയുന്നത് പോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും നന്മയാ പ്രവർത്തനങ്ങൾക്കും പള്ളി മദ്രസ് സംഘടനാ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഇത് ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് വല്ലാതെ വഴുതു പറയാതെ നല്ല രീതിയിലുള്ളൊരു സഹായം നമ്മുടെ സഹോദരന് കൊടുത്തിട്ട് എല്ലാവരും ഈ സംരംഭത്തെ വിജയിപ്പിക്കണം.
അല്ലേ? അപ്പോഴേ നടന്നു പോകുള്ളൂ. സംഘാടകർക്ക് കടം വരാൻ പാടുണ്ടോ? ഇല്ല. നല്ല രീതിയിലുള്ളൊരു പൈസ എല്ലാവരും ഇതിലിടണം ഇൻഷാ അല്ലാഹ്. അതല്ലെങ്കിൽ എല്ലാവരും കൂടി അടച്ചു കൂട്ടിയിട്ട് ഞാൻ കയ്യിൽ വിരിക്കും. അപ്പോൾ കൂടുതൽ തരേണ്ടി വരും. ഇങ്ങനെ ഇതിലിടണ മാതിരി ആവില്ല ഇൻഷാ അല്ലാഹ്. ആദ്യം ഇതിലിടി, പറ്റിയില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് കയ്യിൽ വിരിക്കാം. ഇങ്ങനെയാണ് കേട്ടോ ദീൻ ഇതുവരെ നിലനിന്ന് വന്നത്. ഹബീബായ നബി തങ്ങൾ വാഴ്ന്നു പറയും, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു തോർത്തുണ്ട് ഇവിടെ ഇട്ടിട്ട് മറ്റേ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് സഹസിലൂടെ ഇങ്ങനെ പിരിവിനെ നടക്കും. അല്ല, പള്ളിക്കായിട്ട് പൈസ ഉണ്ടാവില്ല, മദ്രസക്കും ഉണ്ടാവില്ല, സംഘടനക്കും ഉണ്ടാവില്ല. നമ്മളൊക്കെ തന്നെയാണ് പള്ളി, സംഘടന, മദ്രസൊക്കെ നടത്തേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സഹോദരന് നല്ലൊരു പൈസ എല്ലാവരും ഇട്ട് കൊടുക്കണം. ഞാൻ അതേക്കുറിച്ച് ദീർഘമായി പറയുന്നില്ല. നമുക്ക് കുറേയും കൂടി കാര്യങ്ങൾ പ്രസംഗിക്കാനുണ്ട്, സമയം കുറച്ച് വൈകുന്നുണ്ട്. അതുകൊണ്ട് ഈ സദക്കയുടെ മാത്രമൊന്നും പറയാതെ എല്ലാവരും നല്ലൊരു പൈസ ആ ബക്കറ്റാണെന്ന് അറിയണം. വലിയ വലിയ നോട്ടുമുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അപ്പോൾ മനുഷ്യന് ബുദ്ധിയുള്ളത് കൊണ്ട് അവൻ്റെ ജീവിതം ഇവിടുന്ന് തീർന്നാൽ പറ്റില്ല എന്നാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ലക്ഷ്യം ഉണ്ടാവണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ലോകത്ത് മാത്രം ചില നിയമങ്ങളുണ്ടാവുന്നത്. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെയൊക്കെ പ്രധാന സംഗതി എന്താണ്? മതം പറയുന്ന ധാർമ്മികതയൊന്നും അവർക്ക് താല്പര്യമില്ല എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മദ്യപിക്കരുതെന്ന് മതം പറഞ്ഞാൽ അതത്ര ശരിയല്ല എന്ന് അവർ പറയുന്നത്. കാര്യം അതൊക്കെ ദുന്യാവിലുള്ള ഒരു ലദ്ദത്തല്ലേ, ഒരു രസമല്ലേ എന്നാണ്. ഒരുമിച്ച് കൂടല്ലേ, ഒരു ഫംഗ്ഷനിൽ ഇത്തിരി കുടിച്ചില്ലെങ്കിൽ എങ്ങനെയെന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, പരലോകത്തുള്ള മോക്ഷമാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. എന്തിനാണ് നമ്മൾ ഈ ലോകത്തേക്ക് കടന്നു വന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരും ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. എന്തിനാണ് നമ്മൾ ഈ ലോകത്തേക്ക് കടന്നു വന്നത്? എന്തിനാണ് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? പടച്ച റബ്ബ് സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ വാക്യത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത്ത് വൽ ഹയാത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഇന്ന് നമ്മളെല്ലാവരും പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗത്തും അള്ളാഹു അത് തന്നെയാണ് വിശദീകരിക്കുന്നത്. ഈ ലോകം ഒരു വലിയ പരീക്ഷാ ഹാളാണ്. നമ്മളെല്ലാവരും അവിടെയുള്ള പരീക്ഷാർത്ഥികളാണ്. നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതമാണ് നമ്മുടെ പരീക്ഷ. ഇത് കൃത്യമായി മാർക്ക് രേഖപ്പെടുത്തുന്നുണ്ട് റബ്ബ് തആല നിശ്ചയിച്ച ചില ജീവനക്കാർ. അവർ പഴക്കൂല ഒരിക്കലും, അവരുറങ്ങൂല ഒരിക്കലും, അവർക്ക് ക്ഷീണം ബാധിക്കില്ല ഒരിക്കലും. നമ്മുടെ ഓരോ നിമിഷത്തെയും അവർ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഈ പരീക്ഷയിൽ? ഒരു സുഖമുണ്ട് ഈ പരീക്ഷയ്ക്ക്. ഈ പരീക്ഷയിൽ എന്ത് ചോദ്യം വരുമെന്ന് പരീക്ഷ നടത്തുന്നയാൾ തന്നെ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സുഖമുണ്ട്. നമ്മൾ പരീക്ഷയ്ക്ക് പോയി എന്തൊരു ബേജാറിലായിരിക്കും, ഏതൊക്കെ ചോദ്യം വരിക എന്നറിയില്ല. ഇപ്രാവശ്യം തന്നെ +2 വിദ്യാർത്ഥികളൊക്കെ പഠിച്ചു പോയതൊന്നും അല്ല വന്നത്. അതേക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ കേരളത്തിലുണ്ട്, നിങ്ങൾ കേട്ട് കാണും. എന്തൊരാശങ്കയിലാണ് അവർ ചെല്ലുക. പക്ഷെ നമുക്ക് ഈ പരീക്ഷയിലൊരു സുഖമുണ്ട്. എന്താണ് പരീക്ഷയിൽ ചോദ്യമായി വരിക എന്ന് കൃത്യമായി പരീക്ഷ നടത്തുന്നയാൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് നന്മ പ്രവർത്തിക്കണം എന്നുള്ളത്. അതാണ് നന്മ പ്രവർത്തിക്കണം. അല്ലാഹു യബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നു. അയ്യുക്കും അഹ്സനു അമല, ആരാണ് നന്മകൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ് നന്മ? നേരത്തെ ഞാൻ കയറി വരുമ്പോൾ ഉസ്താദ് സംസാരിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം വിരോധിച്ചത് നമുക്ക് ഈ ദുന്യാവിൽ തന്നെയും ഒരു നിലക്കും ഉപകാരം ചെയ്യാത്ത കാര്യങ്ങളാണ് എന്നാണ്. ഉസ്താദ് വേറെ ശൈലിയിലാണ് അത് പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിൻ്റെ 157-ാമത്തെ വാക്യം ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില പ്രത്യേകതകൾ വിശദീകരിക്കുമ്പോൾ യുഹല്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബാഇസ് എന്ന് പ്രയോഗിക്കുന്നത് കാണാം. എന്താ അതിൻ്റെ അർത്ഥം? യുഹല്ലു ലഹുമുത് ത്വയ്യിബാത്തി, റസൂലുള്ളാഹി തങ്ങൾ നന്മകളെ അനുവദിക്കുന്നു. വയുഹർരിമു അലൈഹിമുൽ ഖബാഇസ്, വൃത്തികേടുകളെ വിരോധിക്കുന്നു. നന്മകൾ അള്ളാഹുവിൻ്റെ റസൂൽ അനുവദിച്ചു, വൃത്തികേടുകളെ വിരോധിക്കുകയും ചെയ്തു. ഒന്ന് മാറ്റി പറഞ്ഞാൽ ഹബീബായ നബി തങ്ങൾ അനുവദിച്ചതെല്ലാം നന്മകളാകുന്നു, വിരോധിച്ചതെല്ലാം തിന്മകളും വൃത്തികേടുമാകുന്നു. നമ്മൾ ഏതെടുത്ത് പരിശോധിക്കാം. വ്യഭിചാരത്തെക്കുറിച്ച്, മദ്യപാനത്തെക്കുറിച്ച്, മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെക്കുറിച്ച്, കളവ് നടത്തുന്നതിനെക്കുറിച്ച്, കൊലപാതകം നടത്തുന്നതിനെക്കുറിച്ച്, ഒരു പാവപ്പെട്ടവനെ ആക്രമിക്കുന്നതിനെക്കുറിച്ച്, ഒരുത്തൻ്റെ വഴി തടയുന്നതിനെക്കുറിച്ച്, കാറ്റ് തടയുന്നതിനെക്കുറിച്ച്, അന്നം തടയുന്നതിനെക്കുറിച്ച് എല്ലാം പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയതാ. ഞാൻ എണ്ണി പറഞ്ഞ കാര്യങ്ങളെല്ലാം
അതല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇന്നൽ ഹലാല ബയ്യിനുൻ വൽ ഹറാമ ബയ്യിൻ. ഏതൊക്കെ ഹറാം കൃത്യമായി മതം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ മതത്തിൻ്റെ പ്രത്യേകതയാണത്. അങ്ങനെയെങ്കിലും അലസമായി ജീവിക്കാൻ വേണ്ടിയല്ല നമ്മളെ വിട്ടത്. കൃത്യമായി ജീവിക്കേണ്ടതിനെക്കുറിച്ച് നമുക്ക് ബോധം നൽകി പഠിപ്പിച്ചു തന്നു. ഇസ്ലാം ഹറാമാക്കിയതായി ഞാൻ ഈ എണ്ണി പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിക്കുക, അതല്ലാത്തതും പരിശോധിക്കുക. അത് മനുഷ്യ സമൂഹത്തിന് തന്നെയും വലിയ നഷ്ടമുള്ളതായിരിക്കും. മദ്യപാനം കേരളത്തിനെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു ദുർവൃത്തിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യപാനികളുണ്ട്. ദേശീയ ശരാശരിയേക്കാളും 4 ഇരട്ടിയിലേറെ കേരളക്കാർ മദ്യം കുടിക്കുന്നുണ്ട്. മുഖ്യ ആഹാരമാകുന്ന അരി കഴിക്കുന്നതിനേക്കാളും കൂടുതൽ പണത്തിന് മദ്യം കുടിക്കുന്നുണ്ട് കേരളം. കേരളത്തിലെ ആത്മഹത്യയെക്കുറിച്ച് നല്ലൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഡോക്ടർ സിബി മാത്യുവിൻ്റെ മലയാളികൾ ഇങ്ങനെ മരിക്കണോ എന്നും ചോദിക്കുന്ന ഒരു പുസ്തകം. പുസ്തകത്തിൻ്റെ പേരാണത്, മലയാളികൾ ഇങ്ങനെ മരിക്കണോ. മലയാളികളുടെ അമിതമായ ആത്മഹത്യയ്ക്കു കാരണം മദ്യപാനമാണെന്ന് അദ്ദേഹം പ്രമാണങ്ങളും കണക്കുകളും വെച്ച് തെളിയിക്കുന്നുണ്ട്. ദേശീയ ശരാശരിയേക്കാളും 4 ഇരട്ടി കുടിക്കുന്നു കേരളക്കാരൻ. അത് കുടിച്ചിരിക്കണമെന്ന് പറയാൻ വേണ്ടി കുറേ ചിന്താപ്രസ്ഥാനങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മതമില്ലാത്ത ആളുകൾ തന്നെ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ പാവപ്പെട്ട മക്കൾക്കൊക്കെ ലിബറലിസത്തിൻ്റെ പളപ്പളപ്പ് കാണിച്ചാണ് ദീനിൽ നിന്ന് പലപ്പോഴും തെറ്റിച്ചു കൊണ്ടുപോകുന്നത്. കുറേ ചെറുപ്പക്കാരുണ്ട് ഈ വേദിയിൽ. അൽഹംദുലില്ലാ, ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ജീവിതം ദുന്യാവിലും ആഖിറത്തിലും നശിച്ചു പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ നന്നായിട്ട് ശ്രദ്ധിക്കണം. കേരളത്തിൽ മയക്കുമരുന്ന് കൂടുതൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് വരുന്നത് സ്ത്രീകളാണെന്ന് പഠനമുണ്ട്. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ പ്രസിദ്ധമായൊരു ഡി അഡിക്ഷൻ സെൻ്ററുണ്ട്. മദ്യപാനവും മയക്കുമരുന്നൊക്കെ ശീലമുള്ള ആളുകളെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തുന്ന സെൻ്റർ. അവിടെയുള്ള പ്രധാന ഡോക്ടർ ഈയിടെ ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. പുതിയ കാലത്ത് കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് സ്ത്രീകളാണ്, പെൺകുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട്. 10-24 മണിക്കൂർ അവർ സ്വപ്ന ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കും. കോളേജിൽ പോകുന്നുണ്ടാകും, സ്കൂളിൽ പോകുന്നുണ്ടാകും. സ്കൂൾ വിട്ട് വന്നാലും അന്തം വിട്ട് അങ്ങനെ ഇരിക്കും. ഒരു കാര്യത്തിലും ബോധം ഉണ്ടാവില്ല, പഠിക്കണമെന്ന് വിചാരം ഉണ്ടാവില്ല. എന്തിനധികം അവരെ കൊണ്ട് സാധിക്കുന്ന കുഞ്ഞു ജോലി പോലും ചെയ്യാതെ ഏതെങ്കിലും മൂലക്കിങ്ങനെ അപ്സെറ്റായിട്ടിരിക്കും. ആരെങ്കിലുമൊക്കെ പോയിട്ട് പേരൊക്കെ വിളിക്കുകയാണെങ്കിൽ ഞെട്ടിച്ചാടും. എന്തേ മോൾക്ക് പറ്റി എന്ന് കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കരുത് പ്രിയപ്പെട്ട വാപ്പമാരെ, ഉമ്മമാരെ. ഏതോ സ്വകാര്യ ഭാഗത്ത് പ്ലസ് പോലെ മുറിപ്പെടുത്തിയിട്ട് സ്റ്റാമ്പ് ഒട്ടിച്ച് 40 മണിക്കൂറോളം ലഹരി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടികൾ. ഏതെങ്കിലും മുംബൈയിലെ കഥ അല്ല ഞാൻ പറയണത്. 25,000 ഔദ്യോഗിക വേശികളുണ്ടെന്ന് കണക്ക് പറയുന്ന ബംഗാളിലെ സോണാഗച്ചി തെരുവിൻ്റെ കഥയോ അല്ല പറയുന്നത്. നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നന്നായിട്ട് ശ്രദ്ധ വേണം. ഹോസ്റ്റലിൽ പഠിക്കുന്ന മക്കളെക്കുറിച്ച്, സ്കൂളിലും കോളേജിലും പോയി വരുന്ന മക്കളെക്കുറിച്ച്, അവർ ആരെയൊക്കെയാണ് അനുഗമിക്കുന്നത് എന്നതിനെക്കുറിച്ച്, അനുകരിക്കുന്നത് എന്നതിനെക്കുറിച്ച്. ഞാനത് പറഞ്ഞാൽ എത്രമേൽ നിങ്ങൾ സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സ് കൊള്ളണതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന ആളുകളെ ബഹിരാകാശത്തേക്ക് വിടുന്ന ഒരു ട്രെൻഡ് ഇപ്പം നിലനിൽക്കുന്നുണ്ട്. ഞാനും ഈ അടുത്ത് ഇറങ്ങി വന്നിട്ടുള്ളൂ ബഹിരാകാശത്തുനിന്ന്. നിങ്ങൾ വൈകുന്നേരം കോഴിക്കോടൊന്ന് വരുന്ന ഒരു ട്രെയിനിൽ കയറുക, എന്നിട്ട് കണ്ണൂർ വരെ ഒന്ന് യാത്ര ചെയ്യുക. ഞാൻ ഇന്നത് സഹിച്ചിട്ടുണ്ട്. എൻ്റെ ട്രെയിന് വൈകിയതുകൊണ്ട് ഒരു 1.5 മണിക്കൂർ കൂടുതൽ സഹിച്ചിട്ടുണ്ട്. ആ കോഴിക്കോടും പരിസരത്തും വിവിധങ്ങളായ കോളേജുകളിൽ പോയി വിവിധങ്ങളായ കോഴ്സുകൾ പഠിച്ചു വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ട്രെയിനിൽ ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെറുതെ ഒന്ന് വിലയിരുത്തുക. ആരും ദേഷ്യം പിടിച്ചിട്ടൊന്നും കാര്യമില്ല. ആരും അങ്ങനെയൊക്കെ പറയാവോ എന്ന് ചോദിച്ചിട്ടും കാര്യമില്ല. അവനൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ആവൂലേ എന്ന് പേടിച്ചിട്ടും കാര്യമില്ല. ആരെങ്കിലുമൊക്കെ ഇതൊന്ന് പറയേണ്ടതുണ്ട്. ഞാൻ കണ്ണൂരിലാണ് സംസാരിക്കുന്നത്. അന്യ യുവാക്കളോടൊപ്പം തോളോട് തോൾ ചേർന്ന് കവളൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിസ്സും ഹഗ്ഗും നടത്തിയിട്ട് കോളേജ് വിട്ട് വരുന്നതിനെക്കുറിച്ച് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. കണ്ണ് ചിമ്മേണ്ടി വരും, ട്രെയിന് കമന്ന് കടക്കേണ്ടി വരും. അവിടുന്ന് ഇതുവരെ ഒരു ആഘോഷയാത്രയാണ്. 5 മണിക്കൊക്കെ അവിടുന്ന് പോരുന്നൊരു ട്രെയിനുണ്ട്, അതിൽ കയറുക. കൊയിലാണ്ടി കഴിഞ്ഞിങ്ങനെ വടകര എത്തുമ്പോഴേക്ക് അത് ഏകദേശം കാലിയായി കിട്ടും.
പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെറുതെ ഒന്ന് ദീർഘമായി സഞ്ചരിച്ച് നോക്കുക ട്രെയിനിലൂടെ. എല്ലാ കുട്ടികളും ഇങ്ങനെയാണെന്നൊന്നുമല്ല ഞാൻ പറയണത്. ഒരു കുട്ടി പോലും ഈ സൊസൈറ്റിയിൽ ഇങ്ങനെ ആവരുതെന്നാണ് ഞാൻ പറയുന്നത്. ലവ് ജിഹാദൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിനെ പ്രതിരോധത്തിലേക്കാൻ പലരും ശ്രമിക്കാറില്ലേ? എന്ത് ലവ് ജിഹാദ്? അന്യ സ്ത്രീകളെ ലവ് ചെയ്തിട്ട് പ്രണയം നടിച്ചിട്ട് ഇസ്ലാം കൊണ്ടുവന്ന് ചേർക്കുക. ഇസ്ലാം വിശുദ്ധമാണ്. ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, മാർഗം കൃത്യമായി നന്നാവണം. മാർഗം വളരെ വിശുദ്ധമാവണം, ധർമ്മനിഷ്ഠമാവണം. അല്ലാതെ ലക്ഷ്യം മാത്രം ഉഷാറായി ഇസ്ലാമിൽ ചേർക്കുക, അത് ഉദാത്തമായ ലക്ഷ്യമാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ അതിന് വേണ്ട മാർഗങ്ങൾ വൃത്തികെട്ടതാവാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. അന്യ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് നിൽക്കാൻ പറ്റുമോ? ഒന്നിച്ച് യാത്ര ചെയ്യാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റുമോ? ആസക്തിയോടുകൂടെ പരസ്പരം നോക്കാൻ പറ്റുമോ? ടച്ച് ചെയ്യാൻ പറ്റുമോ? മൊബൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചാൻ പറ്റുമോ? ചാറ്റാൻ പറ്റുമോ? ചാറ്റാൻ പല ആളുകളുണ്ടാവും, പോറ്റാൻ ഭർത്താവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ റീലുകളിൽ കണ്ടാൽ പോരാ, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ പറ്റാത്ത വിരുദ്ധ ധ്രുവത്തിലാണ് അന്യ ആണും പെണ്ണും. എന്നിട്ടാണ് പ്രണയിച്ച് ഇസ്ലാമിലേക്ക് ചേർക്കാൻ പോകുന്നത്. എന്നിട്ടാണ് കൈ പിടിക്കണത്, ഷെയ്ക്കാൻഡ് കൊടുക്കണത്, പാട്ടും പാടി നടന്നിട്ട് ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് എൻ്റെ കൂടെ പോരുമോ സാബിറാന്നും പറക നടന്ന് പാടുന്നത്. ഇസ്ലാം ഇതൊന്നും അനുവദിക്കൂല. പിന്നെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ലവ് നടത്ത്. ഒരു കോമൺ സെൻസ് ഇല്ലാത്ത ആരോപണം. എത്ര അന്വേഷണ ഏജൻസികൾ അതേക്കുറിച്ച് പഠിച്ചു. ഒരാൾ പോലും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞില്ല. അങ്ങനെ സംവിധാനം നിലനിൽക്കുന്നില്ലെന്ന് പല കോടതികളിലും അവർ റിപ്പോർട്ട് കൊടുത്തു. എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കണം ലവ് ജിഹാദ്, ലവ് ജിഹാദ്. എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കണം ലവ് ജിഹാദ്. ഒരാൾ പോലും അഹിതമായ രീതിയിലുള്ള ബന്ധം ഉണ്ടാവാൻ പാടില്ല. അത് ആണും ആയാലും പെണ്ണും ആയാലും. ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ടല്ലോ പലരും, പല മതക്കാരുള്ള ലെസ്ബിയൻ കപ്പിൾസും ഉണ്ട്. കുറച്ച് പ്രായ ആളുകൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. പെണ്ണും കല്യാണം കഴിച്ച് ജീവിക്കുക, അതാണ് ലെസ്ബിയൻസ് എന്ന് പറഞ്ഞാൽ. പല മതക്കാരുണ്ട്. പക്ഷേ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് 2 മുസ്ലിം പേരുള്ള പെൺകുട്ടികളാണ്. എന്തുകൊണ്ട്? പുറത്തിറങ്ങൂ, ഇവരെ പോലെ സ്വതന്ത്രരാവൂ എന്ന് വീടിനകത്ത് ഒതുങ്ങിയിരുന്ന് ദീന് പാലിച്ച് നടക്കുന്ന പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയാതിരിക്കാൻ പറ്റൂല. ആരെങ്കിലുമൊക്കെ അത് പറയാതിരിക്കാനും പറ്റില്ല. എത്ര മതത്തിലുള്ള എത്ര ജോഡികളുണ്ട് ലെസ്ബിയനും ഗേയും. ആണായിട്ട് നടക്കുന്നതിനാണ് ഗേ എന്ന് പറയാം. ആണും ലൈംഗിക ജീവിതം നയിച്ച് നടക്കുക. ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഞാൻ കുറച്ച് ആയത്ത് പറയേണ്ടി വരും. ഞാൻ തൽക്കാലം അവിടെ നിന്ന് പോരാം. വീട്ടിൽ കല്യാണം അന്വേഷിക്കുമ്പോൾ പോത്തുപോലത്തെ ഒരു മോൻ വന്നിട്ട് പ്രഖ്യാപിക്കുക, എനിക്ക് വേണ്ടി നിങ്ങൾ പെണ്ണിനെ അന്വേഷിക്കേണ്ട, പിന്നെ ഞാൻ എൻ്റെ എറണാകുളത്തുള്ള കൂട്ടുകാരനോടൊപ്പം ഗേ ജീവിതം നയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു പോഴത്തക്കാരൻ ആലോചിച്ച് നോക്കുക. ആണും ചേർന്ന് ദമ്പതന്മാരായിട്ട് നടക്കുക. അങ്ങനെ പ്രയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ദമ്പതികൾ എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ ദമ്പതന്മാർ എന്ന് പറഞ്ഞു നോക്കുക. നമുക്ക് പെണ്ണും അങ്ങനെ നടക്കുക, ജോഡി അടിച്ച് നടക്കുക. പല മതത്തിലുണ്ട് അങ്ങനത്തെ കുട്ടികൾ. പക്ഷേ ഇന്ന് തിളങ്ങുന്ന സ്റ്റാറുകളായി ഒന്നിച്ച് ജീവിക്കാൻ ആവശ്യമില്ലെന്ന് തെളിയിച്ച തൻ്റെടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുക 2 പെൺകുട്ടികൾ, മുസ്ലിം പേരുള്ളവർ. എന്തിനാ ഇത്? ഞാൻ നേരത്തെ പറഞ്ഞു, ആരെങ്കിലും അടങ്ങി ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ വന്നോളിയടി, ഇതാണ് ജീവിതം എന്ന്. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ സൗന്ദര്യവും ശരീരവും കറുത്ത ചാക്കിൽ മൂടിയിട്ട് നടക്കുന്നത്? നിങ്ങളെ കാത്ത് അവിടെ ഉദ്ധരിച്ച് നിൽക്കുന്ന ലിംഗങ്ങളുള്ള ഹൂറന്മാരില്ല എന്ന്. നിങ്ങളുടെ ഈ ജില്ലയിൽ വന്നൊരു കവിതയാണത്. ആരെക്കാത്താ നിങ്ങളിവിടെ മൂടി നടക്കുന്നത്? ഞങ്ങളൊക്കെ അത് ഉദ്ധരിച്ചിങ്ങനെ നിൽക്കുന്നത്. ഐക്യു പർദ്ദ എന്നാണ് പറയണത്, പറയാതെ പറയുന്നത്. നമ്മളെന്ത് ചെയ്ത് തിരിച്ചറിയണ്ടേ? ലവ് ജിഹാദ് ആരോപണം. മുസ്ലിമായൊരു മനുഷ്യന് വിവാഹപൂർവമായി ഇത്തരം ബന്ധങ്ങളൊന്നും പാടില്ല. ഏത് മാപ്പിളപ്പാട്ടുകാരൻ വൃത്തികേട് പറഞ്ഞാലും പാടിയാലും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വട്ടം പോലും നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല. അത് കണ്ട് സമയം കളയാൻ പാടില്ല. മാപ്പിളപ്പാട്ടിൻ്റെ പ്രസിദ്ധമായ കുറേ മാപ്പിളപ്പാട്ടുകാരൊക്കെ ജീവിച്ച നാടാണിത്. നിങ്ങളുടെ തലശ്ശേരിയൊക്കെ. എരഞ്ഞോളി മൂസാക്കയെ കുറിച്ച് നേരിട്ട് അറിയാമായിരിക്കും നിങ്ങൾ. എനിക്ക് വായിച്ച പരിചയമേ ഉള്ളൂ. കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ആ പാട്ടൊന്ന് പാടി വെക്കുക. വഴല് കേൾക്കുന്നത് പോലെ പലുണ്ടാകും. അവിടുന്ന് മാറിയിട്ടാണ് ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് എൻ്റെ കൂടെ പോരുമോനി സാബിറ എന്ന് പാടുന്നത്.
അതിലേറെ വൃത്തികെട്ട പാട്ടുകളുമായി മാപ്പിളപ്പാട്ടുകാർ വരുന്നത്, അതിലേറെ വൃത്തികെട്ട പാട്ടുകളുമായിട്ട്. ഒത്തുപള്ളിക്കാലത്ത് ഞാൻ നിനക്ക് അരിനെല്ലിക്ക വരച്ചു തന്നായിരുന്നു, അതിന് പകരപ്പം എന്തെങ്കിലും കുറച്ച് വലുത് വേണമെന്നാണ്. പലവട്ടം ആലോചിച്ചിട്ട് ഒരു വട്ടം ഞാൻ ചോദിച്ചു എന്നാണ് ആ ബഡ്കൂസ് പാടുന്നത്. ഇവിടുന്നൊക്കെ വിട്ട് അവൻ്റെ കാമിനിയെ കല്യാണം കഴിച്ചു പോവുകയാണ്, എന്നിട്ട് പോലും അവന് നൊസ്റ്റാളജിയ മാറണില്ല, പശു ചത്തിട്ടും മോരിൻ്റെ പുളി മാറണില്ല. എന്നിട്ട് പാട്ട് കേടാണ്, അവിടെ മഴ പെയ്യാറുണ്ടോന്ന്. അവിടെ എന്ത് പെയ്താലെന്തോന് കഴിഞ്ഞില്ലേ? കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയില്ലേ? ഇനി അവിടെ എന്ത് പെയ്താലെന്താ? എന്നിട്ട് ആ പെണ്ണിനെ വെറുതെ പ്രലോഭിപ്പിച്ചിട്ട് ഇറക്കി കൊണ്ടുവരണം. അവിടെ മഴ പെയ്യാറുണ്ടോ? നമ്മൾ രണ്ടുപേരും മഴ പെയ്തപ്പോൾ ഇടവഴിയിൽ ഒരു കുടയിൽ നിന്നത് ഓർമ്മയുണ്ടോ? ആത്മീയമായി നമ്മളെ തകർക്കാനുള്ള ഏത് ശൈത്താനെയും തിരിച്ചറിയണം. അത് പേര് മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല, പേര് ബുറുദാറിനുകൊണ്ടും കാര്യമില്ല, മദ്ഹ് എന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഇഷ്കുർ റസൂൽ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇഷ്കുർ റസൂൽ എന്ന് പറഞ്ഞ കുറേ ഗ്രൂപ്പുകൾ, അല്ലാഹുവിൻ്റെ റബ്ബേ, ഈ പെണ്ണുങ്ങളൊക്കെ അതിൻ്റെ അഡിക്റ്റുകൾ. ഇഷ്കുർ റസൂൽ, ആഷിഖ് റസൂൽ എന്ന് പറഞ്ഞിട്ട് കുറേ ഗ്രൂപ്പുകൾ. ഈ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാറ്റ് നടക്കുക. ഇത്തിരി കഴിഞ്ഞിട്ട് PMലേക്ക് ചാറ്റ് വികസിക്കുക, എന്നിട്ട് ബുർദ ചൊല്ലിയിട്ട് അതിലുള്ള ഒരുത്തനോടൊപ്പം ഇറങ്ങിപ്പോവുക. പോലീസ് കയറിയിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ പാടിക്കൊണ്ടിരിക്കുക ബുർദ തലം തു സുന്നത്തമന്നഹിയല്ലാമ ഇദ അനിസ്തഖത്ത് കദമാഹുല്ലുറമിം വറമി. കാല് കഴിച്ചിട്ട് കാലുകൾ കംപ്ലൈൻറ്റ് പറയോളം നിന്ന് നിസ്കരിച്ച മുത്തറസൂലിൻ്റെ സുന്നത്തിനോട് നമ്മൾ അതിക്രമം കാണിച്ചു. ബുർദ പാടിക്കൊണ്ടിരിക്കുക, കൂടുള്ളത് ഏതോ ഒരുത്തൻ്റെ ഓളെ അടിച്ചു മാറ്റിക്കൊണ്ടുവന്നത്. ഇഷ്കിൻ്റെ പേരിൽ ഇതൊക്കെ പറ്റുമോ? ഇഷ്ക് ഗ്രൂപ്പുകളിൽ കൽബ് പൊട്ടാൻ പറ്റുമോ? ഏതോ ഒരു പാട്ടുകാരൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഇഷ്കും അതും പാട്ട് പാടുന്നൊരു ചെക്കൻ്റെ കല്യാണം നടക്കുമ്പോൾ ആഷിക്കാത്തുകളുടെ ഹൃദയം പൊട്ടുക. അവരന്ന് ഫുൾ സ്റ്റാറ്റസ് കണ്ണീരിൻ്റെതാക്കുക. അവരെല്ലാവരും മെസ്സേജ് വിടുക, ഇന്ന് ആയിരക്കണക്കിന് ആഷിക്കാത്തുകളുടെ ഹൃദയം പൊട്ടണ ദിവസമാണ്. മദ്ഹ് ഗാനങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന മദീനയുടെ രാജകുമാരൻ മംദൂഹാകുന്ന മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ല ഇവർക്ക് കാര്യം, അതല്ല കാര്യം. പാട്ടിങ്ങനെ പാടും, മദീന റൗളയിലല്ല, മക്ക മരുഭൂമിയിലല്ല, തിരുദൂതർ എന്നും എന്നോട് കൽബില എന്നൊക്കെ പാട്ടുപാടും. പക്ഷേ റസൂലല്ല കൽബിൽ, പാട്ടുപാടുന്ന പയ്യനാണ് കൽബിൽ. ഇത് പാടുണ്ടോ? ഇത് പാടുണ്ടോ? ബുർദയുടെയും മദ്ഹിൻ്റെയും പേരിൽ പോലും ഇങ്ങനെയുള്ള അമിതമായ അഹിതമായ ബന്ധങ്ങൾ അനുവദിക്കാത്ത പരിശുദ്ധ മതം എങ്ങനെ പ്രണയിച്ച് ലോക്യം പിടിച്ചിട്ട് ഒരു പെൺകുട്ടിയെ ചാടിച്ചുകൊണ്ടിരണമെന്ന് പറയാം? നമ്മളറിയാതെ പലരും നമ്മളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളെ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ലക്ഷ്യത്തിൽ നിന്ന് മാറ്റാൻ വ്യത്യസ്തങ്ങളും വ്യവസ്ഥാപിതങ്ങളുമായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. തോറ്റുപോകരുത് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഒരിക്കലും തോറ്റുപോകരുത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ. നമുക്കൊരു ലക്ഷ്യമുണ്ട്, വിശുദ്ധമായ ജീവിതം. അതുവഴി പരലോകത്ത് സമ്പൂർണമായ വിജയം, വലിയ വലിയ പൂർവികരാകുന്ന മഹാന്മാരോടൊപ്പം സ്വർഗപ്രവേശം. സ്വന്തം കബർ കുഴിച്ചിട്ട് അതിലിറങ്ങിയിരുന്ന് 300ഓളം ഖത്മ് തീർത്തു മഹദിയാകുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ജീവിതത്തിൽ ഇതുവരെ നമ്മളൊക്കെ 100 ഖത്ം തീർത്തോന്ന് ആലോചിക്കുക. ജീവിതത്തിൽ ഇതുവരെയും 100 ഖത്ം തീർത്തോന്ന് ആലോചിക്കുക. ഖബർ കുഴിച്ചിട്ട് അതിലിറങ്ങിയിരുന്ന് ഖബറിൻ്റെ എല്ലാ ചൂടും ആസ്വദിച്ച്, ഇവിടെയാണല്ലോ അന്ത്യയാത്രക്കുള്ള വേദി, ഇതാണല്ലോ ഒന്നും ആലോചിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖുർആനോതുക. 1 വട്ടമല്ല 2 വട്ടമല്ല 300ഓളം പ്രാവശ്യം. അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസമോ വിഷമോ രോഗമൊക്കെ വരുമ്പോൾ 10 ലക്ഷത്തിലേറെ ഹദീസ് കാണാതെ പഠിച്ച, 7-ാം വയസ്സിൽ പരിശുദ്ധ ഖുർആൻ മുഴുവനായി കാണാതെ പഠിച്ച, 11-ാം വയസ്സിൽ മാലിക് തങ്ങളുടെ മുവത്ത എന്ന വലിയ ഹദീസ് ഗ്രന്ഥം മുഴുവൻ കാണാതെ പഠിച്ച, 14-ാം വയസ്സിൽ ബഗ്ദാദിൻ്റെ ഔദ്യോഗിക മുഫ്തിയായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു. ആരാ ഷാഫി തങ്ങൾ? ആരാ ഇമാം ഷാഫി തങ്ങൾ? ചെറിയൊരു വിശേഷമാണ് അപ്പം ഞാൻ പറഞ്ഞത്. 7-ാം വയസ്സിൽ ഖുർആൻ പഠിച്ചു, 11-ാം വയസ്സിൽ മുവത്ത കാണാതെ പഠിച്ചു, 14-ാം വയസ്സിൽ ബഗ്ദാദിൻ്റെ മുഫ്തിയായി. പണ്ഡിതന്മാരുടെ സംഘർഷവും കൂട്ടിമുട്ടലും നടക്കുന്ന ബഗ്ദാദ്.
ചില്ലറക്കാരല്ല പണ്ഡിതന്മാർ, മഹാസമുദ്രങ്ങൾ. അവർക്കിടയിൽ 14കാരനാവുന്ന കൊച്ചുപയ്യൻ മുഫ്തിയായി മാറുന്നു. ഖുലാസ ഫത്തുൽമീൻ മറിച്ച് വെച്ച് നിസ്കാരത്തിൻ്റെ ഫർള് എത്രയും ചോദിക്കുമ്പോൾ 14 എന്ന് പറഞ്ഞു കൊടുക്കണ മുഫ്തിയല്ല, ആ മുഫ്തിയല്ല, മറിച്ച് ലക്ഷക്കണക്കിന് ഹദീസുകളുടെ പാരാവാരത്തിൽ നിന്ന് മസ്അല ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുന്ന ഖാലി ആരാവണം? മുജ്തഹിദായ പണ്ഡിതനാവണം. ഇത് കേരളത്തിലാണ് സംസാരിക്കണത്. ഖാലിക്ക് വിവരം വേണ്ടാന്ന് തെളിയിക്കാൻ 2 വലിയ സമ്മേളനം നടന്ന നാടായത്. ഖാലി ആരാവണം? മുജ്തഹിദാവണം. ഖാലിയുടെ പ്രഥമ യോഗ്യത, ഏറ്റവും പ്രധാനപ്പെട്ട ഖാലി. ആ ഖാലിയാകുന്നു 14-ാം വയസ്സിൽ മീശ പൊടിഞ്ഞു വരാത്ത പ്രായത്തിൽ ഇമാമുന ഷാഫി തങ്ങൾ. അത്രമേൽ വിശുദ്ധനും മഹാനുമാകുന്ന ഇമാമുന ഷാഫി തനിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ നഫീസത്തുൽ മിസ്രി അടുത്തേക്ക് ആളെ പറഞ്ഞയക്കും. ഇങ്ങനെ ഒരു വിഷമമുണ്ട് എന്നും പറഞ്ഞിട്ട് അവർ ദുആ ചെയ്യും. അതോടുകൂടെ ആ വിഷമം തീരും. ഇമാം ഷാഫി തങ്ങളുടെ മരണം പോലും നഫീസ ബീവി സൂചിപ്പിച്ചു. ഒരു പ്രയാസം ഉണ്ടായപ്പോൾ, ഒരു രോഗം ഉണ്ടായപ്പോൾ ഇമാം ഷാഫി തങ്ങൾ പതിവ് പോലെ ആളെ പറഞ്ഞയച്ചു. അന്ന് രോഗം മാറാൻ ദ്വാരുന്നില്ല നഫീസ ബീവി റളിയല്ലാഹു അൻഹ. നേരെ മറിച്ച് ഇമാം ഷാഫിക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദ്വാരുന്നു. ശിഷ്യന് മനസ്സിലായി ഉസ്താദിൻ്റെ ജീവിതം അവസാനിക്കാൻ പോകണമെന്ന്. ആ രോഗത്തിൽ ഇമാമുന ഷാഫി തങ്ങൾ മരണപ്പെട്ടു. ഇതാണ് നമ്മുടെ മാതൃക, ഇവരാണ് നമ്മുടെ മാതൃക. ഭർത്താവിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തോന്നിയാസം നയിക്കുന്ന ഏതെങ്കിലും പെണ്ണെന്നെ, കുടുംബജീവിതം താല്പര്യമില്ല എന്നും പറഞ്ഞിട്ട് അമിതമായി സ്വാതന്ത്ര്യം ആസ്വദിച്ച് തോന്നിയാസങ്ങളിലൂടെ ജീവിക്കുന്നവരുമല്ല. 300 പ്രാവശ്യത്തോളം സ്വന്തം ഖബറിലിറങ്ങിയിരുന്ന് ഖത്തം തീർത്ത മഹദിയാം നഫീസത്തുൽ മിസ്രിയ നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയാകണം. ആണിനും പെണ്ണിനൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ലക്ഷ്യം നേടി എന്ന് നമുക്ക് ആശ്വസിക്കാൻ പറ്റും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് മരണം വരുന്നൊരു രംഗമുണ്ട്. മഹാനുഭാവൻ മരണത്തെ സ്വാഗതം ചെയ്യാണ്. മഹാനുഭാവൻ മരണത്തിൻ്റെ മലക്കിനെ സ്വാഗതം ചെയ്യാണ്. മർഹബയ്യാ മൗത്ത്, മർഹബല്ലിൽ മൗത്ത്, മർഹബല്ലിൽ ഹബീബ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നടത്തിയ ഒരു സ്വാഗത പ്രഭാഷണമാണത്. മരണമേ സ്വാഗതം, മരണത്തിൻ്റെ മാലാഖിയാകുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാ ഇസ്രായേലേ സ്വാഗതം. മരണത്തിൻ്റെ മലക്കിനെ കുറിച്ചൊക്കെ കൂട്ടുകാരെന്ന് പറയണേൽ ആഖിറത്തിൽ എത്രമേൽ അവിടത്തേക്ക് പ്രതീക്ഷയുണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് നമുക്കൊരു പ്രതീക്ഷയില്ല, അന്തമുട്ടങ്ങനെ ജീവിക്കണം. അതുകൊണ്ട് മരണത്തെ പേടിച്ചുകൊണ്ടിരിക്കുന്നു. മരണത്തോടൊരു താല്പര്യമില്ലാതെ വരുന്നു. ഹബീബായ റസൂൽ തങ്ങൾ പറഞ്ഞു, മനുഷ്യൻ വളർന്നു വരും, അതോടൊപ്പം 2 കാര്യങ്ങൾക്കും വളർച്ച പ്രാപിക്കും. 1 ദുന്യാവിനോടുള്ള മോഹം, 2 മരണത്തോടുള്ള വെറുപ്പ്. ഇത് വളർന്നുകൊണ്ടേയിരിക്കും. മനുഷ്യൻ്റെ മോഹങ്ങളെ മണ്ണല്ലാതെ തീർപ്പ് നൽകില്ലെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ്റെ മോഹങ്ങളെ തീർക്കുക മണ്ണായിരിക്കും. മരണപ്പെട്ടിട്ട് ഖബറിലേക്ക് കൊണ്ടുപോയി കവിൾത്തടം മണ്ണിലമർത്തുന്നൊരു സമയമുണ്ട്. അപ്പോഴേ ആ മനുഷ്യൻ്റെ മോഹങ്ങൾക്കൊരറുതി വരൽ. വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പൂതികൾ. ഇനിയും വലുതായിക്കൊണ്ടിരിക്കണം. ബിസിനസ് സാമ്രാജ്യമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇനിയും പവറ് കാട്ടണമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് സുന്നത്ത് നിസ്കാരത്തിന് സമയം കിട്ടൂല, ഖുർആൻ ഓതാൻ സമയം കിട്ടൂല, നിസ്കാരാനന്തരം 33 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബറിന് പോലും സമയം കിട്ടൂല. ഉറങ്ങാൻ പോയാലും മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കും. ബിസ്മിക റബ്ബി വദഅതു ജംബി അറിയില്ല. അൽ കഹ്ഫ് ഓതാൻ വെള്ളിയാഴ്ച സമയം കിട്ടൂല. രാവിലെ എഴുന്നേറ്റ് ഉടനെ നോക്കണം വാട്സാപ്പും ഫേസ്ബുക്കും ട്വിറ്ററും മറ്റും. ഇൻസ്റ്റ നോക്കണം. ഒരു ഉപകാരമില്ലാത്ത സാധനത്തിൽ നിന്ന് പ്രണയം പൂവിടണം. ഇൻസ്റ്റാഗ്രാമിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഇതുവരെ എനിക്കത് അറിയില്ല, ഞാൻ ഇതുവരെ അത് തുറന്നു നോക്കിയിട്ടില്ല. വല്ലാഹി പറയുന്നത് കേൾക്കുന്നത് അങ്ങനെയാണ്. അതിൽ ഏത് പേരടിച്ചാലും ലോകത്ത് ഉള്ള പേരുകളൊക്കെ തെളിഞ്ഞു വരുന്നതാണ്. വെറുതെ ഒരാളെന്നട് ഒരു പേരടിച്ചു, ഷക്കീലാന്ന്, ഷക്കീറ, ഷാക്കിറ, എന്തെങ്കിലും ഒരു പേരടിച്ചു. ഏതൊക്കെയോ ഈ ടീമിട് വരും അത്രേ. ഞാൻ പറഞ്ഞല്ലോ, ഞാനത് കണ്ടിട്ടില്ല. അതിലേതെങ്കിലും ഒന്നിലൊരു പൂവിടാണ്. ഏതോ ഒരു പരമദ്രോഹി ഒരു റോസാപ്പൂ ഇടുമ്പോൾ എന്നാൽ 2 എണ്ണം തിരിച്ചു വിടാമെന്ന് വിചാരിക്കുന്നിടത്ത് പ്രിയപ്പെട്ട മോളെ നീ തോറ്റുപോയി. അതാണ് പ്രശ്നം. എന്താ അപ്പം ഇനി പൂവിടാൻ പറ്റൂലേ എന്ന് പറഞ്ഞിട്ട് ഏറെ കയറ്റാൻ വരണ്ട. പൂവോ കായോ ഈത്തപ്പനയോ മുന്തിരിക്കൊലയോ വത്തക്ക കഷ്ണോ എന്തിട്ടോളൂ, എനിക്ക് തടസ്സമൊന്നുമില്ല.
പക്ഷെ തോറ്റുപോകും നമ്മൾ. ചാറ്റാൻ ആളിങ്ങനെ കൂടുതൽ വരും. ഭയങ്കരമായി ആർദ്രത കാണിക്കുന്നത് പോലെ തോന്നും. പ്രിയപ്പെട്ട മോളെ, വല്ലാതെ നിന്നെ കെയർ ചെയ്യുന്നത് പോലെ തോന്നും. പറ്റിക്കുകയാണെന്നുള്ള ബോധം വേണം. കേരളത്തിലിറങ്ങിയ പ്രസിദ്ധമായ 2 പുസ്തകങ്ങളുടെ പേര് ഞാൻ പറയാം. പ്രണയിച്ചൊപ്പം കൂടുന്ന ഓരോരുത്തനും, പ്രത്യേകിച്ച് ഭർത്തൃമതികളെ, കല്യാണം കഴിച്ചിട്ട് ഭർത്താവൊക്കെ ആയിട്ട് ജീവിക്കുന്നവരെ പ്രണയിച്ച് പുറകെ കൂടുന്ന ഓരോരുത്തനും വിചാരിക്കുന്നത് നിങ്ങളെ സഹായിക്കണമെന്നല്ല, സ്നേഹിക്കണമെന്നല്ല, നല്ലൊരു ജീവിതം നൽകണമെന്നല്ല. ശരിക്കും ശരീരം മാത്രമാണ് അവരുടെ മോഹം. അപ്പോൾ ഒരു പൂ വന്നാൽ അപ്പം ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് കഴിയണം. ബ്ലോക്ക് ചെയ്യാൻ കഴിയണം. ഒരു രസത്തിന് തിരിച്ചു വിളിക്കാൻ നിൽക്കരുത്. മറുതരക്കൽ അരുൺദാസ് ഉണ്ടാകും. ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് അവർ പിന്നീട് ഇസ്ലാമിലേക്ക് തന്നെ കടന്നു വന്നു, അതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല. ഒരു മിസ്ഡ് കോൾ വന്നു. ഇൻസ്റ്റാ പോലും അല്ല, മിസ്ഡ് കോൾ, സാധാ ഫോണിൽ. ഒരു കൗതുകത്തിന് അവർ തിരിച്ചു വിളിച്ചു. മറുതലക്കൽ ഞാനീ പറഞ്ഞയാളായിരുന്നു. പിന്നെ വിളി ഒരു പതിവായി മാറി. കാണണമെന്ന് മോഹമായി. ഇടയ്ക്ക് വെച്ച് കാണൽ തുടങ്ങി. കണ്ടങ്ങനെ ഒരു ദിവസം ദൂരെ യാത്ര ചെയ്ത് അയാളുടെ പ്രേരണപ്രകാരം ഈ പെൺകുട്ടി അയാളുടെ മതത്തിൽ ചേർന്ന് ഷേദ എന്ന് പേര് സ്വീകരിക്കുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ കിട്ടും, കഥയില്ലത് ജീവിതം, ഷേദ എന്നടിക്കുക. ഒരു കൊലുന്ത് പെൺകുട്ടി വരും. അവരുടെ ജീവിതമാണ് ഞാനീ പറയണത്. വെറുതെ ഒരു മിസ് കോൾ വന്നു. ഒരു കൗതുകത്തിന് അതിനെ ഒന്ന് ഫോളോ ചെയ്തു. അവസാനം 4 പ്രാവശ്യം ഗർഭിണിയായി. 4 പ്രാവശ്യവും അബോർഷൻ ചെയ്ത് കളഞ്ഞു. ഇയാളും ഇയാളുടെ അമ്മയും ചേർന്നിട്ട് 4 പ്രാവശ്യം ഗർഭിണിയായി. 4 പ്രാവശ്യവും ജ്യൂസ് അടിച്ച് കളഞ്ഞു. അവസാനം ഈ പെൺകുട്ടി പ്രതികരിച്ചു, നിങ്ങൾക്ക് 4 പ്രസവിക്കാമെങ്കിൽ എനിക്കെന്താ ഒന്നുപോലും പറ്റൂലേ എന്ന്. അന്ന് മുതൽ ഗംഭീരമായ പീഡനം തുടങ്ങി. അതുവരെ ഉണ്ടായിരുന്നു പീഡനം. പിന്നെ കൂട്ടുകാരുടെയൊക്കെ ഭാര്യയാവേണ്ടി വന്നു. പലരുടെയും ഭാര്യയാവേണ്ടി വന്നു. തണുപ്പുള്ള രാത്രിയിൽ ചാക്ക് വിരിച്ചിട്ട് സിറ്റൗട്ടിൽ കിടന്നുറങ്ങേണ്ടി വന്നു. അവസാനം അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ അഭയകേന്ദ്രത്തിലെത്തിപ്പെട്ടു. സുന്ദരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡോക്ടറുടെ മകളായിരുന്നു അത്. ഒരൊറ്റ മിസ്ഡ് കോൾ പറ്റിച്ചു കളഞ്ഞു. കുടുംബബന്ധം ദൃഢമല്ലെങ്കിൽ, സ്നേഹത്തോടുകൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കാൻ പറ്റണില്ലെങ്കിൽ, പലപ്പോഴും ഇത്തരം വില്ലന്മാരും ശൈത്താന്മാരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മക്കൾ അനാഥരായി പോകും. സ്നേഹമെന്ന് പറയുന്ന വികാരം ഇല്ലാതെയാകും. കേവലം ഒരു മരവിപ്പ് മാത്രമായി ജീവിതം മാറും. ഗ്ലാസ് വീണത് അവർ കൈകാര്യം ചെയ്തോളൂ കേട്ടോ. അത് ഗ്ലാസ് വീണതാണ്, അവർ കൈകാര്യം ചെയ്തോളൂ. ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടി പോകണമെന്നില്ല. ഓക്കെ. അതുകൊണ്ട് ജീവിതത്തിന് കൃത്യമായൊരു ലക്ഷ്യം വേണം, കൃത്യമായൊരു ബോധം വേണം. നമുക്ക് നമ്മുടെ മക്കളെങ്ങനെ വളരണം എന്നതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാവണം. മക്കൾ വളരണമെങ്കിൽ ആത്മീയമായ പശ്ചാത്തലം രൂപപ്പെടണം. മദ്രസയിൽ നിന്ന് എന്തൊക്കെ പഠിക്കുന്നുണ്ട്, മദ്രസ തുറക്കേണ്ട ഒരു കാലം കൂടിയാണല്ലോ ഇത്. ആ പഠിക്കുന്ന സംഗതികളൊന്നും മക്കളുടെ ജീവിതത്തിൽ വരാത്ത എന്തുകൊണ്ടാണ്? മദ്രസയിൽ നിന്ന് തിയറി പഠിക്കുന്നു, പരീക്ഷ എഴുതി 100% ടോപ്പ് പ്ലസ് വാങ്ങി ജയിക്കുന്നു, ഒക്കെ റെഡിയാണ്. പക്ഷെ അത് പരിശീലിക്കാൻ പറ്റുന്ന വേദി വീടകങ്ങളിൽ സംവിധാനിക്കാൻ നമുക്ക് പറ്റണില്ല. സിനിമ പാടില്ലെന്ന് പഠിപ്പിച്ചെടുത്ത് ഉസ്താദിൻ്റെ ക്ലാസ് കേട്ട് ആവേശം മൂത്ത് വരുന്ന പെൺകുട്ടി, വീട്ടുകാരെല്ലാവരും കൂടി ഇരുന്ന് ഒരു ചുമര് മൊത്തം വലിപ്പമുള്ള സ്ക്രീനിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നിടത്താണ് എത്തിപ്പെടുന്നത്. ആ കുട്ടിക്ക് പിടിച്ചിക്കാൻ കഴിയില്ല. അപ്പയും ഉമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് സിനിമ കാണുമ്പോൾ അവർക്കിടയിൽ പൊളിയാൻ പാടില്ലാത്ത ചില മറകളുണ്ട്, ചില പരിധികളുണ്ട്. അതില്ലാതെയാകുന്നു. ഇതെൻ്റെ പെങ്ങളാണെന്ന ബോധത്തിൽ നിന്ന് ആങ്ങള മാറിപ്പോകുന്നു. സിനിമ കണ്ട് തരിപ്പ് കയറി നിൽക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് സെക്സ് നടക്കണം എന്നിടത്തേക്ക് പെങ്ങളും ആങ്ങളയും മാറുന്നു. അങ്ങനെയാണ് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുവന്നിട്ട് ഡോക്ടറുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ സഹോദരൻ സാറേ പറ്റിപ്പോയി എന്നും പറഞ്ഞിട്ട് അയാൾ സങ്കടം പങ്കുവെക്കുന്നത്. സാറേ ഞാൻ പ്രലോഭിതനായി എന്നും പറഞ്ഞിട്ട് ഡോക്ടർ അതേക്കുറിച്ച് എഴുതിയിരുന്നു. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല, ആയിരക്കണക്കിന്. കേരളത്തിൽ നടക്കുന്ന സെക്സൽ ഹറാസ്മെൻറ്റിൽ വലിയൊരു ശതമാനം ഗാർഹിക പീഡനങ്ങളാണ്. പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. വീടിനകത്ത് നടക്കുന്ന പീഡനങ്ങൾ, ബന്ധുമിത്രാദികൾ നടത്തുന്ന പീഡനങ്ങൾ, ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് നടത്തുന്ന പീഡനങ്ങൾ, അമ്മാവന്മാരും വല്ലിപ്പന്മാരും നടത്തുന്ന പീഡനങ്ങൾ. നമ്മളിതേക്കുറിച്ച് ബോധവാന്മാരാവണ്ടേ?
കേരളത്തിൽ നടക്കുന്ന വലിയൊരു സെക്സ്വൽ ഹറാസ്മെൻറ്റ് ഇതാണെന്നാണ് പോലീസിൻ്റെ കണക്ക്. എങ്ങനെ ഇത് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഈ ഇൻസിസ്റ്റിന് താല്പര്യം വരുന്നത്? എങ്ങനെയാണ് രക്തബന്ധങ്ങൾക്ക് മൂല്യം കാണാത്ത വിധം നമ്മളൊക്കെ മരവിച്ചു പോയത്? അതാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഞാനും സഹോദരിയും ഒന്നിച്ച് സിനിമ കാണുമായിരുന്നു. അന്ന് പപ്പയും മമ്മിയും അവിടെ അല്ലായിരുന്നു. എൻ്റെ പെങ്ങളിട്ടത് സ്ലീവ്ലെസ് ഒരു ടീഷർട്ടായിരുന്നു. ശ്രദ്ധ വേണം. 10, 11, 12, 13 വയസ്സുള്ള വലിയ കുട്ടികൾക്ക് കയ്യില്ലാത്ത ഷർട്ട് വാങ്ങിക്കൊടുക്കുക, പെൺകുട്ടികൾക്ക് ട്രൗസർ വാങ്ങിക്കൊടുക്കുക, അവിടെ ഇവിടെയൊക്കെ പൂച്ച മാന്തിയതുപോലെ കീറിപ്പറഞ്ഞത്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളാകുമ്പോൾ മുതൽ ഔറത്ത് മറച്ച് ആണിനെയും പെണ്ണിനെയും വളർത്തണം. സുന്നത്ത് പാലിച്ചുകൊണ്ട് തന്നെ നടത്തണം. മദ്രസിൽ നിന്ന് പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രയോഗിക്കാൻ പറ്റും വിധം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, വീടകങ്ങൾ നമ്മൾ മാറ്റിയെടുക്കണം. നമ്മളും അങ്ങനെ ആവണം. വാപ്പ തലമറച്ചിട്ടേ ടോയ്ലറ്റിൽ പോകാവൂ, അത് കണ്ട് കുട്ടി ശീലിക്കണം. വാപ്പയും ഉമ്മയും ഇടതുകാലേ മുന്നിൽ വെക്കാവൂ ടോയ്ലറ്റിൽ കയറുമ്പോൾ, അത് കാണണം കുട്ടി. വാപ്പയും ഉമ്മയും ഫോൺ കൊണ്ടല്ല ബെഡ്റൂമിലേക്ക് പോവേണ്ടത്. അവർ ഫോണൊക്കെ ഓഫാക്കി എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ട് ബിസ്മിയും ഹംദും സലാത്തും ദിക്റുകളും ഖുറാനോത്തുമായിട്ട് ബെഡ്റൂമിനെ സമീപിക്കണം. ഇത് കണ്ട് വളരണം മക്കൾ. വാപ്പാൻ്റെ ഫോണിൽ അങ്ങനെ കളിച്ച് അങ്ങനെ ഉറങ്ങിപ്പോവുക, ഉമ്മാൻ്റെ ഫോണിൽ കളിച്ച് അപ്പുറത്ത് ഉറങ്ങുക. വഴുതന് കാളം കെട്ടിയ മാതിരി രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അങ്ങനെ എപ്പോഴോ ഉറങ്ങിപ്പോവുക. എവിടെ ബന്ധം? എവിടെ ബന്ധങ്ങൾ? എവിടെ സ്നേഹം? എവിടെ മക്കൾക്ക് മാതൃകയാകൽ? വാപ്പാൻ്റെ ഫോൺ, ഉമ്മാൻ്റെ ഫോൺ, മക്കളുടെ ഫോൺ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാട്ടില്ല, ലോക്യം പറയലില്ല. നേരം വെളുത്ത് വൈകുന്നേരം വരെ പാറയോട് മല്ലടിച്ച് വാപ്പ കയറി വന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ വാതിൽ തുറക്കാൻ മക്കൾക്കിടയിൽ സമരം നടക്കുക. നീ തുറന്നോ ഞാൻ തുറക്കൂല, നീ തുറന്നോ ഞാൻ തുറക്കൂല എന്നും പറഞ്ഞ് ഓരോരുത്തർ. കാരണം എന്താണെന്നറിയാവോ? ആ സമയത്ത് അത്ര സീരിയലവിടെ പോയി പോകും. വാപ്പ ഗൾഫിൽ നിന്ന് ഫോൺ വിളിക്കുകയാണ്. അപ്പോഴാണ് ഉമ്മാക്ക് സീരിയൽ കാണാനുള്ള ടൈം. കുട്ടീൻ്റെ അടുത്ത് ഫോൺ എടുത്തിട്ട് പറയും, ഉമ്മ തലവേദനയായിട്ട് കിടക്കുക എന്ന് പറഞ്ഞാളാണ്. ചെറുപ്പത്തിൽ തന്നെ കുട്ടിയെ പച്ചപ്പൊള്ളു പഠിപ്പിക്കുകയാണ് ഉമ്മ. പച്ചക്കളവ് പറയേണ്ടത് എങ്ങനെയെന്ന് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കാര്യം വാപ്പ ഫോൺ വിളിച്ചാൽ വെള്ളിയാഴ്ചയാണ്, ഇത്തിരി തോനെ നേരം ഉണ്ടാകും. മൂപ്പര് പാവപ്പെട്ട മനുഷ്യൻ 18 മണിക്കൂർ സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാനാണ്. പിന്നെ ആകെയുള്ള 5-6 മണിക്കൂർ കൊണ്ട് കുളിക്കണം, മലക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, നിസ്കരിക്കണം, ഉറങ്ങണം. അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ വല്ലാതൊന്നും വിളിക്കാൻ പറ്റൂല. അപ്പോൾ ലീവ് കിട്ടുന്ന സമയത്ത് വിസ്തരിച്ച് വിളിക്കാൻ വേണ്ടി മൂപ്പരാൾ പുറത്തൊക്കെ ഒരു സൗകര്യത്തിൽ വന്നിരുന്ന ഒരു കട്ടൻ ചായ കപ്പിലൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് മൂപ്പരിങ്ങനെ വിളിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ഉമ്മ എൻ്റെ സീരിയലിൻ്റെ ടൈമാകുക. ഉമ്മ പൊള്ളു പറയും, കുട്ടിനോട് പറഞ്ഞു കൊടുക്കും തലവേദനയാണെന്ന് പറഞ്ഞാളാന്ന്. അയാൾ നിരാശപ്പെടും. ഇവിടെയാണ് ഉമ്മ മാതൃകയാവേണ്ടത്. ഉമ്മ ഫോൺ എടുക്കണം, വിളിക്കണം. തിരക്കാണോ പറയണം, കുറച്ച് പരിപാടി ഉണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറയണം. ആരെയും നിരാശപ്പെടുത്താതെ ജീവിക്കാൻ കഴിയണം. ദീനിൻ്റെ സുന്നത്തുകൾ കൃത്യമായി പാലിക്കുന്ന മാതാവും പിതാവും രക്ഷിതാക്കളുമായി നമുക്ക് മാറാൻ പറ്റണം. അങ്ങനെ വന്നാൽ മക്കൾ നമ്മുടെ പുറകെ വരും, മക്കൾ നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അല്ല, നമ്മൾ ഈ പറഞ്ഞ രീതിയിലൊക്കെയാണ് ജീവിതമെങ്കിൽ മക്കളെ വ്യത്യസ്തമായി നമ്മളൊന്നും പ്രതീക്ഷിക്കരുത്. സയ്യിദ്ന ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് മോൻ പറയണത് കേൾക്കണില്ല എന്നും പറഞ്ഞിട്ട് ഒരു സഹോദരൻ കുഞ്ഞിനെയും കൊണ്ട് വരുന്നുണ്ട്. ഉമർ റളിയല്ലാഹുവിനെ ആ കുട്ടിനെ വിളിച്ച് വിസ്തരിക്കുന്നു, നീ എന്താ ഉപ്പ പറഞ്ഞൊന്നും കേൾക്കാറില്ലേ? ഉപ്പയോട് കുറേ ബാധ്യത ഉണ്ട്, നിനക്ക് എന്നറിയില്ലേ? ആ കുട്ടി ബുദ്ധിയുള്ള കുട്ടിയാണ്. ആ കുട്ടി ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അമീർ അൽ മുഅ്മിനീൻ, എനിക്ക് വാപ്പയോടും ഉമ്മയോടും ബാധ്യതയുള്ളതുപോലെ അവർക്ക് എന്നോടും ചില ബാധ്യത ഒക്കെ കാണൂലേ? ഉമർ റളിയല്ലാഹു പറഞ്ഞു, അതേ ഉണ്ട്. അതേതൊക്കെ ഒന്ന് വിസ്തരിക്കാവോ? ഉമർ റളിയല്ലാഹു വിശദീകരിച്ചു കൊടുത്തു. നല്ല ഭക്തയായ ഭാര്യനെ തെരഞ്ഞെടുക്കണം. ഒന്നാമത്, കല്യാണത്തിന് പെൺകുട്ടിനെ അന്വേഷിക്കുമ്പോൾ ഈമാനുണ്ടോ നോക്കണം എന്ന്, നിസ്കരിക്കാറുണ്ടോ നോക്കണം എന്ന്. നീ ഇതുവരെ എത്ര റീല് ചെയ്തിക്കണെന്നല്ല നോക്കേണ്ടത്. നീ ഇതുവരെയും ഏതൊക്കെ വാഹനം ഓടിച്ചിരിക്കണമെന്നുള്ളതല്ല നോക്കേണ്ടത്. നീ ഇതുവരെ എവിടെയൊക്കെ ടൂറ് പോയിട്ടുണ്ട് എന്നുള്ളതല്ല നോക്കേണ്ടത്. നീ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഏതൊക്കെയാണെന്നുള്ളതല്ല നോക്കേണ്ടത്. ഈമാനുണ്ടോ നോക്കണം. ഫദ്ഫർ ബിദാത്തിദ്ദീൻ. അപ്പം നല്ല ദീനിയായ ഉമ്മനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്നാമത്തെ ബാധ്യത. പിന്നെയോ നല്ല പേരിടണം. പിന്നെയോ ഖുർആനും കിതാബും പഠിപ്പിക്കണം. ഈ മോൻ പറയാൻ ഈ മൂന്നും എൻ്റെ വാപ്പ പാലിച്ചിട്ടില്ല. എൻ്റെ ഉമ്മ മജൂസിയാണ്, അഗ്നി ആരാധന നടത്തുന്നൊരു സ്ത്രീയാണ്. എനിക്ക്
വികലാംഗൻ എന്നർത്ഥം വരുന്ന പേരാണ് എൻ്റെ ഒപ്പിട്ടിട്ടുള്ളത്. ഖുർആനും സുന്നത്തും പഠിപ്പിക്കാൻ പോയിട്ട് അത് വായിക്കാൻ പോലും ഓതാൻ പോലും എനിക്കറിയില്ല. ഉമറുൽ ഫാറൂഖ് തങ്ങൾ കുട്ടിനല്ല ഉപദേശിച്ചത്, കൊണ്ടുവന്ന വാപ്പനെയാണ് ഉപദേശിച്ചത്. ഇങ്ങനെ നമ്മളാവാൻ പാടില്ല. എന്നോ SSLC വരാണ്ടെന്നും പറഞ്ഞ് 7ാം ക്ലാസ് ആകുമ്പോഴേക്കും മദ്രസ നിർത്താൻ പാടില്ല. അതിനൊക്കെ ഒരു ട്രെൻഡുണ്ട്. ഇനി SSLC അല്ലേ, എപ്പോൾ 3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ഇനി മദ്രസും അതും കൂടി നടക്കൂല. കുട്ടിക്ക് അഭിപ്രായമല്ല, ഉസ്താദിനും അഭിപ്രായമല്ല, പക്ഷെ ഉമ്മാക്ക് അഭിപ്രായം, ഇനി അത് നടക്കൂല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, രക്ഷിതാക്കളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ 7ാം ക്ലാസ്സിൽ നമ്മൾ പഠനം നിർത്തുന്നു. ആ കുട്ടി പിന്നെയുള്ള 3-4 വർഷവും കൃത്യമായി SSLCൻ്റെ കാര്യം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കുമോ? എല്ലാ മണിക്കൂറുകൾ ഗെയിം കളിക്കും, മൊബൈൽ കാണും, കളിക്കാൻ പോകും, വിരുന്ന് പോകും, കൂട്ടുകാരോടൊപ്പം നടക്കും, സിനിമക്ക് പോകും, ആൺകുട്ടിയാണെങ്കിൽ പന്തളി കാണാൻ പോകും, എല്ലാത്തിനും പോകും. ഇതൊന്നും SSLCക്ക് തടസ്സമല്ല. ദിവസം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ മാത്രം മദ്രസ പോകുമ്പോഴേക്കല്ലോ 4 കൊല്ലം കഴിഞ്ഞ SSLC. മദ്രസ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ധർമ്മനിഷ്ഠരാവുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും വിധം നമ്മുടെ വീട് മാറിയിട്ടുണ്ടെങ്കിൽ 100% ഇവർ വിശുദ്ധരാകും. ഇവർ മദ്യപാനികളാവില്ല, ഇവർ MDMAയുടെ അഡിക്റ്റുകളാവില്ല, മാതാവിനും പിതാവിനും ഭീഷണിയാകില്ല. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മാത്രം 67 കൊലപാതകം നടന്നു നമ്മുടെ കേരളത്തിൽ. 2 മാസം മാത്രം. അതിൽ പകുതിയോളവും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും സ്വാധീനത്തിലായിരുന്നു. തന്നെ ഏറ്റവും സ്നേഹിക്കുന്ന പിഞ്ചനുജൻ 13കാരനെ പോലും 20ലേറെ ഹാമർ കൊണ്ടുള്ള അഞ്ഞടി നൽകിയാണ് തിരുവനന്തപുരത്തുകാരൻ ഒരുത്തം കൊന്നു കളഞ്ഞത്. ആ കുഞ്ഞ് തലയോട്ടിയിൽ 20ലേറെ ഹാമറിട്ടടിച്ചു. ആ കുട്ടിയുടെ മൃതശരീരം ആംബുലൻസിലേക്ക് മാറ്റിയ ഒരു സാമൂഹിക പ്രവർത്തകൻ കരഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. ആ കുട്ടിയുടെ മൃതശരീരം ഞാനിങ്ങനെ താങ്ങിയെടുത്തപ്പോൾ എൻ്റെ കൈ ആ കുട്ടിയുടെ തലയുടെ ഉള്ളിലേക്ക് കയറിപ്പോയി എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു പിഞ്ചുമോൻ എനിക്ക് മന്തി വേണമെന്നും പറഞ്ഞിട്ട് ഇക്കാനെ വിശ്വസിച്ച് കൂടെ പോയോൻ മന്തി മേടിച്ചു വന്നിട്ട് സ്കൂൾ ബാഗ് സിറ്റൗട്ടിൽ വെച്ച് മന്തി മേശപ്പുറത്ത് വെച്ച് ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ എന്ന് കരുതിയിട്ട് പോയി ആസ്വദിച്ച് മന്തി നിന്നാൻ മോഹിച്ച് ഇറങ്ങി വരുമ്പോഴാണ് ആദ്യത്തെ ഹാമർ അടി കിട്ടുന്നത്. പിന്നെ തുടർച്ചയായി 19. എങ്ങനെ ഒരു മനുഷ്യന് ഇത്രമേൽ രാക്ഷസനാവാൻ കഴിയുന്നത്? എങ്ങനെയാണ് ചെകുത്താനാവാൻ കഴിയുന്നത്? ആ കുട്ടിയല്ല യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. അവൻ്റെ ഉള്ളിൽ ആത്മാവിനെ വഴികേടിലേക്ക് നടത്തിക്കൊണ്ട് MDMA പ്രവർത്തിക്കുന്നു, മരിജുവാന പ്രവർത്തിക്കുന്നു, കഞ്ചാവും ഹൈബ്രിഡ് കഞ്ചാവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ പ്രോത്സാഹനം നടത്താൻ കുറേ ആളുകൾ വലിയ നേതാക്കളായി നടക്കുന്നു. യുക്തിവാദികളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് മൈത്രേയൻ. ഇത്തിരി വയസ്സായിട്ടുണ്ട്. ആ കാരണവർ ഈടെ പറഞ്ഞെന്താ, കഞ്ചാവ് നിരോധിക്കരുതെന്നാണ്. കഞ്ചാവ് നിരോധിക്കരുത്. ഈ മതങ്ങൾ ഓരോന്ന് പറയുന്നുണ്ടെന്ന് കരുതിയിട്ട് കഞ്ചാവ് നിരോധിക്കാൻ നിൽക്കരുത്. പിന്നെ ഔദാര്യപൂർവ്വം മൂപ്പരൊരു കാര്യം പറഞ്ഞു, അത് നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പഠിപ്പിക്കണം എന്ന്. അപ്പോൾ സ്കൂളിലൊക്കെ ഇനി കഞ്ചാവ് എങ്ങനെ ഉപയോഗിക്കേണ്ടത്, ഒരു നേരം എത്ര ഗ്രാം എടുക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. പോയത്തക്കാരുടെ ഒരഭിപ്രായം നോക്കി നിങ്ങൾ. എന്ത് വൃത്തിയാണ് അതൊക്കെ. ആദ്യം ഇയാൾ പറഞ്ഞത്ര 2 ഗ്രാം സപ്പോസ് എടുത്താണ്ട് ഉപയോഗിക്കുന്നു. ഇത്തിരിങ്ങട്ട് കിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എത്രയോ ഉപയോഗിക്കുക എന്നുള്ളിടത്ത് വല്ല കണക്കുണ്ടോ? സ്വന്തം അനുജനെയും ഉമ്മനെയും ബന്ധുമിത്രാദികളെയും 27ലേറെ അടികൾ അടിച്ചിട്ട് കൊല്ലാൻ വരെ സാധിക്കുന്ന ആൾക്ക് ആദ്യം ഇയാൾ പറഞ്ഞ കണക്കനുസരിച്ച് 2 ഗ്രാം, അറിയില്ല അയാൾ എത്ര ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 5 ഗ്രാം ഉപയോഗിച്ചോളൂ എന്ന് പറയാം. ഈ 5 ഗ്രാം ഉപയോഗിച്ചിട്ട് കിറുങ്ങൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എത്ര ഗ്രാം ഉപയോഗിക്കുമെന്ന് വല്ല കണക്കുണ്ടോ? എന്നാലും കഞ്ചാവ് നിരോധിക്കരുത് എന്ന് പറയാൻ പോലും നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിൽ ആളുകളുണ്ട്. ഇതിൻ്റെ പിറകെ കൂടാൻ ഒരു വിധത്തിലും നമ്മുടെ മക്കൾക്ക് അവസരം ഉണ്ടാവരുത്. അവരെ നിയന്ത്രിച്ച് വളർത്തണം. സുന്നി പ്രസ്ഥാനങ്ങളിൽ അവരെ പങ്കെടുപ്പിക്കണം. SSFൻ്റെ മെമ്പർമാരായി ഓരോ വിദ്യാർത്ഥിയെയും നമ്മൾ മാറ്റണം. മതപരമായി ദീനിനോട് പ്രതിപത്തി പുലർത്തുന്ന സുന്നത്ത് ജമാഅത്തിനോട് അംഗീകാരം കാണിക്കുന്ന ഏത് സംഘടനയായാലും എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഞാൻ അനുഭവിച്ച് കൃത്യമായി ഞാൻ പഠിച്ചൊരു സംഘടനയുണ്ട്. അതാണ് സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ, സുന്നി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ, SSF. നമ്മുടെ ഓരോ കുട്ടിയെയും അതിൽ അംഗത്വം നേടിയെടുക്കണം. വാപ്പ മുന്നിൽ നിൽക്കണം. ഇന്ന് SSFൻ്റെ മീറ്റിങ്ങില്ലേ, പോണില്ലേ എന്ന് ചോദിക്കണം. ഇത്തിരി വൈകും, എനിക്ക് വരാൻ ബസ് കിട്ടൂല എന്ന് പറഞ്ഞാൽ അത് കഴിയുമ്പോഴേക്ക് ഞാൻ വണ്ടിയായിട്ട് വരാം, നീ പോയിരിക്കണം എന്ന് വാപ്പ നിർബന്ധം പിടിക്കണം. എന്തിന്? അവർക്ക് ചില നല്ല ബന്ധങ്ങളുണ്ടാകണം.
നല്ല ബന്ധങ്ങളുണ്ടാവണം. ഇടയ്ക്കിടയ്ക്ക് അവർ യോഗം ചേരണം, ബുറുദ ചെല്ലണം, ഇടയ്ക്കിടയ്ക്ക് അവർ പ്രാർത്ഥന നടത്തണം, ആത്മീയ ക്ലാസ്സുകൾ ഉണ്ടാവണം. ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ വിഘടിച്ചു നിൽക്കുന്നവരെ പെട്ടെന്ന് കിഡ്നാപ്പ് ചെയ്യാൻ ആളുകളുണ്ടാകും, വഞ്ചിക്കാൻ ആളുകളുണ്ടാകും. അവർക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു ഫലം കിട്ടണം. അത് ആത്മീയമായ ഈ പ്രചോദിതരാവണം. വാപ്പ മുന്നിൽ നിൽക്കണം. യുവാവാകുന്ന ചെറുപ്പക്കാർ എന്തേനി SYSന്റെ മെമ്പർഷിപ്പ് എടുത്തില്ലേ ചോദിക്കണം അവനോട്. എന്തേനി SYSന്റെ യോഗത്തിന് പോണില്ലേ ചോദിക്കണം. ഇന്ന് സമ്മേളനം ഉണ്ടല്ലോ കോഴിക്കോട്, ഇനി പോണില്ലേന്ന് ചോദിക്കണം. കാശില്ല എന്ന് പറഞ്ഞാൽ പണം സ്വരൂപൂട്ടി കൊടുക്കണം. എന്തുകൊണ്ട്? ഒറ്റയ്ക്ക് നിൽക്കുന്നവർ MDMAയുടെ അഡിക്റ്റുകളാകുന്നു. വൃത്തികെട്ട കൂട്ടുകാരായോടൊപ്പം ജീവിക്കുന്നവർ വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്നു. എത്ര അനുഭവങ്ങളുണ്ട്. കോഴിക്കോട് കടപ്പുറത്തേക്ക് ടൂറ് പോയതായിരുന്നു, കടൽ കാണാൻ പോയതായിരുന്നു. ഞങ്ങളുടെ ഭാഗത്ത് വളഞ്ചേരിക്കാരനാകുന്ന ഒരു ചെറുപ്പക്കാരൻ, 23 വയസ്സ് വരെ സിഗരറ്റ് പോലും ഉപയോഗിക്കാത്ത നല്ല കുട്ടി, ആ ഒരു യാത്ര കൊണ്ട് പഴച്ചുപോയി. അവൻ്റെ കൂട്ടുകാരൻ നിർബന്ധിച്ചിട്ട് ഒരു പ്രാവശ്യം മാത്രം MDMA ഉപയോഗിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, മൂക്കിലൂടെ ഒരൊറ്റ പ്രാവശ്യം MDMA കയറിയുണ്ടെങ്കിൽ അഡിക്റ്റായി തീർന്നു. ഒരൊറ്റ പ്രാവശ്യം 24 മണിക്കൂറാകുമ്പോഴേക്ക് വയലൻ്റ് ആകും. സാധനം കിട്ടിയില്ലെങ്കിൽ വെച്ച് വീണു പോകും. പിന്നെ അത് കിട്ടാനുള്ള ശ്രമങ്ങളാകും. ആദ്യം കാശ് കൊടുത്ത് മേടിക്കും. പിന്നെ ഓരോ ഉപയോഗത്തിനും ക്വാണ്ടിറ്റി കൂട്ടേണ്ടി വരും, കുറേശ്ശെ കൂട്ടേണ്ടി വരും. വില കണക്കില്ലാതെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും വിൽപ്പനക്കാർ. കാരണം അതിനൊരു MRP ഒന്നും കാണൂല, തോന്നിയ വില വാങ്ങിക്കൊണ്ടിരിക്കും. പതിയെ ഈ ചെറുപ്പക്കാരൻ അതിൻ്റെ വിതരണക്കാരനാകും. അതിൻ്റെ നല്ല ബെസ്റ്റ് സെയിൽസ്മാനായിട്ട് മാറും. ജീവിതം നശിച്ചു. തിരിച്ചു കിട്ടാൻ വലിയ പാടാണ്. MDMAക്ക് പ്രത്യേകിച്ചൊരു സ്മെല്ലില്ല. ഡാൻസ് നടക്കുമ്പോൾ, സ്കൂളിൽ നിന്ന് ടൂറ് പോയിട്ട് ബസ്സിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും താളം പിടിച്ച് മിന്നാമിന്നി ലൈറ്റിൻ്റെ ഇടയിൽ കൂത്താടുമ്പോൾ, നാട്ടിലുള്ള പല ഉത്സവങ്ങളിൽ പോകുമ്പോൾ, ആൾ കൂടുന്നിടത്തൊക്കെ പന്തളി കഴിഞ്ഞിട്ട് തിരക്കി വരുമ്പോൾ, സിനിമ ഹാളിൽ തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ, സിനിമ ഹാളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തിരക്കുണ്ടാകുമ്പോൾ, ഗാനമേളക്ക് അടി നടന്ന് ട്യൂബ് പൊട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുമ്പോൾ, അപ്പോഴല്ലേ ഗാനമേള വിജയിക്കുക. നേരാമണ്ണം പിരിച്ചുവിട്ട് സ്ഥലത്തിൽ പിരിഞ്ഞ ഗാനമേള വിജയിക്കില്ല. അടി നടക്കണം, ട്യൂബ് പൊട്ടണം, പാടാൻ വന്നവരൊക്കെ പോലീസ് വട്ടം പിടിച്ചിട്ട് രക്ഷപ്പെടുത്തണം. അപ്പോഴാണ് 100% ഗാനമേള വിജയിക്കുക. ഈ തിരക്കിനിടയിൽ ഇതിൻ്റെ വിതരണക്കാർ അറിയാതെ നമ്മുടെ മൂക്കിൽ തോണ്ടിപ്പോകും. പ്രത്യേകിച്ച് സ്മെല്ലില്ല, തിരിച്ചറിയാൻ കഴിയില്ല. 24 മണിക്കൂറാകുമ്പോഴേക്ക് തല പെരുക്കാൻ തുടങ്ങും, തലവേദന വരും, എന്തോ ഒന്നിങ്ങനെ ഒംറ്റ് ചെയ്യാൻ തോന്നും. ആ സമയത്ത് മറ്റേ ചങ്ങാതിയുടെ വിളി വരും, പുറത്തു പോവല്ലേ എന്നും ചോദിച്ച്. എന്ത് പുറത്തു പോകണം, എനിക്ക് വല്ലാത്ത തലവേദന, ഒരു ജാതി ബുദ്ധിമുട്ട്, എന്താണെന്നറിയില്ല എന്നൊക്കെ അവൻ പറയുമ്പോൾ, അത്രേ ഉള്ളോ, വാ അതിപ്പോൾ പരിഹരിക്കാമെന്ന് പറഞ്ഞ് പിന്നെയും കൊടുക്കും. 2-3 പ്രാവശ്യം സൗജന്യ വിതരണം, പിന്നീട് പലിശ സഹിതം പണം വാങ്ങിയിട്ടുള്ള വിൽപ്പന. പിടിച്ചു നിൽക്കാൻ വേണ്ടി പല ഹോസ്റ്റലിൽ പാർക്കുന്ന പെൺകുട്ടികളും ശരീരം വിൽക്കുമെത്രേ സാധനം കിട്ടാൻ. വിതരണക്കാരാകുമെത്രേ. ഹോസ്റ്റലിൽ നിന്ന് പിടിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇലക്ട്രിക് ത്രാസ് പിടിക്കുന്നുണ്ട്, കൃത്യമായി വിളമ്പി കൊടുക്കാൻ, തൂക്കി വിൽക്കാൻ. എത്ര കാലം ജീവിക്കും ഈ മക്കൾ? പരമാവധി 3-4 വർഷം. അത് കഴിഞ്ഞാൽ മരണപ്പെടും. ഇതാണോ ജീവിതം എന്ന് പ്രിയപ്പെട്ട സഹോദര ചെറുപ്പക്കാർ ആലോചിക്കുക. സ്റ്റാമ്പ് വാങ്ങിയിട്ട് നാക്കിൻ്റെ അടിയിൽ മുറിപ്പെടുത്തി അവിടെ പോലും സ്റ്റിക്കർ ഒട്ടിച്ച് 40 മണിക്കൂറോളം ലഹരി നുണയാൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഈ വിദ്യാർത്ഥിനികളെ ആലോചിക്കുക. ഭാവിയുടെ അമ്മമാരാണ് നിങ്ങൾ. ഭാവിയിൽ ഈ നാട് നടത്തേണ്ടവരാണ് നമ്മൾ. ഭാവിയിൽ മദ്രസയും പള്ളിയും കൊണ്ടുനടക്കേണ്ടവരാണ് നമ്മൾ. സംഘടനകളിൽ സജീവമാവേണ്ടവരാണ് നമ്മൾ. ദീനീ പ്രവർത്തനങ്ങളിലും ചാരിറ്റി പ്രവർത്തനങ്ങളിലും മുന്നിൽ നിൽക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ മക്കളെയും ഭാര്യമാരെയും വൃദ്ധരാകുന്ന മാതാപിതാക്കളെയും വേണ്ടുന്ന സംവിധാനങ്ങളെല്ലാം ചെയ്ത് സഹായിക്കേണ്ടവരും സംരക്ഷിക്കേണ്ടവരുമാണ് നമ്മൾ. 4 കാലം നടന്നാൽ പറ്റൂല. ഏതെങ്കിലും അങ്ങാടിയിൽ ഏതെങ്കിലും ഒത്തിയിൽ വീണ് കടന്നിട്ട് ജീവൻ വെടിഞ്ഞാൽ പറ്റൂല. മൂക്കിലൂടെ വേസ്റ്റ് കയറിയിട്ട് മരണപ്പെടുന്നവരുടെ റിപ്പോർട്ട് നമ്മൾ വായിക്കാറുണ്ട്. അറിയില്ല എവിടെ കിടക്കുന്നത് എന്ന്, അറിയില്ല അവർക്ക് എവിടെ കിടക്കണത് എന്ന്.
കാര്യം അങ്ങനെ ചിന്തിക്കാനുള്ള ബോധത്തിൽ നിന്ന് മയക്കുമരുന്നവരെ മാറ്റിക്കളയുന്നു. ഇത് വ്യാപകമാകാൻ ഒരിക്കലും അനുവദിക്കരുത്. കണ്ണു തുറന്ന് കാവൽ നിൽക്കണം പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ. SYSൻ്റെയും മുസ്ലിം ജമാഅത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം അതാണ്. സാമൂഹിക നവോത്ഥാനം, വിപ്ലവം, പാവങ്ങളെ സഹായിക്കൽ, പള്ളി നടത്തൽ, ദീനീ പ്രവർത്തനങ്ങൾ നടത്തൽ, വിജ്ഞാനത്തിൻ്റെ പ്രചാരണം, മദ്രസയിൽ ആളെ ചേർക്കൽ, വീടാന്തരം കയറിയിട്ട് മദ്രസ ചേർക്കാൻ പ്രായമായ കുട്ടിയുണ്ടോയെന്ന് അന്വേഷിക്കൽ, അവർക്ക് വേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുത്തെങ്കിലും മദ്രസയിലേക്ക് കൊണ്ടുവരൽ, 8ാം ക്ലാസ്സിലേക്കൊക്കെ എത്തിയ കുട്ടികളെ പരമാവധി എത്ര ദഅ്വാ കോളേജിൽ കൊണ്ടുപോയി ചേർക്കാൻ പറ്റുമെന്ന് അന്വേഷിക്കൽ, അതിനുവേണ്ടി മുൻകൈയ്യെടുക്കൽ. SSLC കഴിഞ്ഞ് +1 ദീനും ദുന്യാവും കൂടി പഠിക്കാൻ പറ്റുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട്. അവിടത്തേക്ക് നമ്മുടെ മക്കളെ എത്തിക്കൽ. സുരക്ഷയ്ക്കുള്ള ഏക മാർഗം അതാന്ന് തോന്നിപ്പോകും. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അന്തം വിട്ട് പറയല്ലേ. ഇതുപോലെയുള്ള കേസുകളിൽ നേരിട്ട് ഇടപെട്ട് ശീലമുള്ളതുകൊണ്ട് പറയാൻ, നമ്മുടെ മക്കൾക്ക് ഭാവി രക്ഷപ്പെടാൻ ഏറ്റവും നല്ലത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മോലിയുരുട്ടികളാക്കലാണെന്ന് തോന്നിപ്പോകും. അങ്ങനെ വന്നാൽ മദ്യം കഴിക്കൂല അവർ, മയക്കുമരുന്ന് ഉപയോഗിക്കൂല അവർ, ദീനിനു വേണ്ടി പ്രവർത്തിക്കും. ആത്യന്തികമായി മരണപ്പെട്ട നമ്മുടെ ഖബറിൻ്റെ തലക്ക് വന്നിട്ട് കാര്യമായിട്ട് കരഞ്ഞു ദുആ ചെയ്യും. വേറെ ഏത് രീതിയിലേക്ക് പോകാനും പഴക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. അതാണ് SYSൻ്റെ ഒരു പ്രവർത്തനം, അതാണ് മുസ്ലിം ജമാഅത്തിൻ്റെ ഒരു പ്രവർത്തനം. സംഘടന എന്ന് പറഞ്ഞാൽ അതിനൊക്കെയാണ്. ദീനിവിടെ എന്നും നിലനിൽക്കണം. നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ പേരമക്കളും ഒക്കെ ദീനിൻ്റെ ആ ഒരു നല്ല പ്രതാപത്തിലും ദീനിൻ്റെ വെളിച്ചത്തിലും വളർന്നു വരണം. അതിനവർക്ക് വളരെ വ്യക്തമായ രീതിയിൽ ദീന് കൈമാറാൻ നമുക്ക് കഴിയണം. വ്യക്തിപരമായ അധ്വാനം കൊണ്ട് പലതും സാധിച്ചെന്ന് വരൂല. അപ്പോഴാണ് സംഘടിതമായ അധ്വാനത്തിൻ്റെ പ്രസക്തി. അതിനാണ് സംഘടനകൾ. ആരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിലും, ആരൊക്കെ എന്തിനായി സംഘടനകൾ എന്നൊക്കെ തോന്നി വിഷമം പറഞ്ഞിട്ടുണ്ടെങ്കിലും വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, SSF സജീവമാകണം നമ്മുടെ ഓരോ നാട്ടിലും. വേറെന്തോ താല്പര്യം കൊണ്ടൊന്നുമല്ല, ഞാനിന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോവും. നമ്മുടെ മക്കൾ രക്ഷപ്പെടാൻ വേണ്ടി, അവർ ആത്മീയ രീതിയിൽ സഞ്ചരിക്കാൻ വേണ്ടി. ഇതുകൊണ്ടൊരു മോശമൊന്നും വരില്ല. ചില കുട്ടികളൊക്കെ നമുക്കറിയാം, അവർ PG കഴിഞ്ഞിട്ടുണ്ടാകും, 2ഉം 3ഉം ഡിഗ്രി ഉണ്ടാകും, B.Ed കഴിഞ്ഞിട്ടുണ്ടാകും, വിവിധങ്ങളായ ഡിപ്ലോമകളുണ്ടാവും, PhD പഠിക്കുന്നുണ്ടാകും, JRF നേടിയിട്ടുണ്ടാകും. അതോടൊപ്പം സക്കാഫി ആയിരിക്കും, സഅദി ആയിരിക്കും, മഹ്സനി ആയിരിക്കും, അമാനി ആയിരിക്കും, ഹാഫിളുമായിരിക്കും. എന്തൊരു സന്തോഷം എന്ന് ആലോചിച്ച് നോക്കൂ. ഹാഫിളാണ്, സക്കാഫിയാണ്, അതോടൊപ്പം 2ഉം 3ഉം ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, B.Ed ഉണ്ട്, PhD ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വിവിധങ്ങളായ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ഡിപ്ലോമകളുണ്ട്. വലിയർട്ടിയുടെ ആവുക എന്ന് പറയുമ്പോൾ അയ്യേന്ന് പറയണ്ട, ഏറ്റവും ഉന്നതന്മാരാണ് ഇന്ന് കാണുന്ന നമ്മുടെയൊക്കെ മുന്നിലൂടെ നടക്കുന്ന ദഅ്വാ കോളേജിലെ വിദ്യാർത്ഥികൾ, ദർസിലെ വിദ്യാർത്ഥികൾ. അങ്ങോട്ട് ആളെ എത്തിക്കൽ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി SSFും SYSും ഏറ്റെടുക്കണം. നമ്മുടെ നാട് നന്നാവും. ആ കുട്ടികളെങ്കിലും 4 കാലിൽ നടക്കൂല. ആ കുട്ടികൾക്കെങ്കിലും മാതാവും പിതാവും ആരാന്ന് ബോധമുണ്ടാകും. നമ്മുടെ നാടിൻ്റെ പ്രസിഡൻ്റ് ആവാനും നമ്മുടെ പള്ളിയുടെ സെക്രട്ടറി ആവാനും അവരെങ്കിലും വളർന്നു വരണം. ട്രെൻഡിനനുസരിച്ച് എല്ലാവരും ഒഴുക്ക് വിടരുത് പ്രിയപ്പെട്ട സഹോദരന്മാരെ. നമ്മുടെ ജീവിതവും നമ്മുടെ ഭാഷയും നമ്മുടെ ബോഡി ലാംഗ്വേജും നിയന്ത്രിക്കുന്നത് ഹബീബായ നബിതങ്ങളാകണം. ഏതെങ്കിലും സിനിമക്കാരനാകരുത്, അവനെ പിന്തുടരരുത്. നമ്മുടെ വേഷവിധാനങ്ങൾ നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധ ഇസ്ലാമാകണം. ഏതെങ്കിലും കുത്തക മുതലാളിയാവരുത്. പെണ്ണെന്ത് ധരിക്കണം, പെണ്ണുങ്ങൾ എന്ത് ഉടുക്കണം എന്ന് ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അങ്ങനെ കുടുംബജീവിതവും നമ്മുടെ മക്കളെ വളർത്തലും സംഘടനാ പ്രവർത്തനവും ഒക്കെ ദീനീപരമായി വളരെ മനോഹരമായി ഏറ്റെടുത്ത് അതെല്ലാം വളരെ നല്ല ഒരു ആരാധനയാണെന്ന തിരിച്ചറിവോടുകൂടെ നമുക്ക് ജീവിക്കാൻ പറ്റണം. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് ജീവിതം ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്തുക. വമൻ സുഹ്സിയാനിന്നാർ, ആരുണ്ട് നരകത്തിൽ നിന്ന് ദൂരെ പോകുന്നത്. വൗദ്ഖിലൽ ജന്ന, ആർക്കാണ് സ്വർഗപ്രവേശം സാധ്യമാകുന്നത്. ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവർ. അങ്ങോട്ട് എത്തിച്ചേരാനാവണം നമ്മുടെ അധ്വാനം. ഓരോ നിമിഷവും പരിശുദ്ധ റമദാൻ കഴിഞ്ഞു, ആ ചൈതന്യം വിട്ടുപോകരുത്. റമദാൻ സ്വീകരിക്കാനുള്ള പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ മാറരുത്. അടുത്ത റമദാനിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരിക്കലും ഉപേക്ഷിക്കരുത്. അങ്ങനെയുള്ള വിശുദ്ധാവസരങ്ങളൊക്കെ സമ്പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്ന നല്ല മക്കളായി മാറാൻ നമുക്കും നമ്മുടെ മക്കൾക്കും സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിശുദ്ധമായൊരു സദസ്സാണിത്. വിവിധങ്ങളായ ചിലവുകളൊക്കെ നമുക്കുണ്ട് താനും. അപ്പോൾ നമ്മുടെ സംഘാടകർ നിങ്ങൾക്കൊക്കെ ഒരു കവറിപ്പ് തരും. അതെല്ലാവരും കൊണ്ടുപോയും വേണം, നിറച്ച് കാശിട്ട് നാളെ തിരിച്ചു കൊണ്ടുവരികയും വേണം. പ്രത്യേകമായ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും ദ്വാരക്കാൻ, അതിനൊക്കെ വേണ്ടി ദ്വാ ചെയ്യണം. പന്തത്തിൽ 5 ഗർഭിണികളുണ്ട്, ദ്വാരക്കണം എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട്. അൽഹംദുലില്ലാ, കുടുംബത്തിന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പന്തത്തിൽ 5 ഗർഭിണികളുണ്ട്, അൽഹംദുലില്ലാ. നമ്മുടെയൊക്കെ മക്കളും സഹോദരിമാരും പലരും ഗർഭിണികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ സാഹസമൊക്കെ. അള്ളാഹു എല്ലാവർക്കും സന്തോഷകരമായ ഗർഭാവസ്ഥ നൽകുമാറാവട്ടെ. അവരുടെയൊക്കെ ഇഷ്ടപ്രകാരമുള്ള മക്കളെ നൽകി അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. ഗർഭവും പ്രസവമൊക്കെ വളരെ സുരക്ഷിതമായി നിർവഹിക്കാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സജീവ പ്രവർത്തകൻ ഗൾഫിൽ നിന്ന് എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കാറുണ്ട്, ഈ നാട്ടുകാരൻ. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു ആരോഗ്യപരമായി ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു പെട്ടെന്ന് ശിഫയാക്കുമാറാവട്ടെ. അദ്ദേഹത്തിനും നമുക്കും നമ്മളുമായി ബന്ധമുള്ള ആരൊക്കെ ഏതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എല്ലാവർക്കും പടച്ച റബ്ബേ നീ ശിഫ നൽകണേ റഹ്മാനെ, സലാമത്ത് നൽകണേ തമ്പുരാനെ, ഞങ്ങളെ സമ്പൂർണ്ണമായി നീ കബൂലാക്കണേ റഹ്മാനെ. നിരവധിയായ ആളുകൾ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞു ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വലിയ സംഭാവനകൾ നൽകിയവരുണ്ട്. വിവിധങ്ങളായ തടസ്സങ്ങളൊക്കെ മാറ്റിവെച്ച് വേദിയെ സമ്പന്നമാക്കിയ നിരവധിയായ സ്ത്രീകളുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. പലപ്പോഴും നമുക്ക് വേണ്ടി ജീവിക്കുന്നു അവർ. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അങ്ങനെ പറയില്ല, അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അല്ലാഹുവേ നീ അവർക്ക് സലാമത്ത് നൽകണേ റഹ്മാനെ, സുരക്ഷിതത്വം നൽകണേ തമ്പുരാനെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ, ദീനീപരമായ ഉന്നതി നൽകണേ റഹ്മാനെ. മക്കളെയും ഞങ്ങളെയും പൂർണ്ണാർത്ഥത്തിൽ സംരക്ഷിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും ദീനീബോധവും നൽകി അവരെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. നിരവധി കാരണവന്മാർ ഈ സദസ്സിലുണ്ട്, കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നവർ. ഇരുപ്പന്നെ ആരും എഴുന്നേറ്റ് പോയിട്ടൊന്നുമില്ല. ദീനിനോടുള്ള സ്നേഹമാണ്. പടച്ച റബ്ബേ എല്ലാവർക്കും നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ, എല്ലാവർക്കും നീ ആഫിയത്ത് വർദ്ധിപ്പിക്കണേ തമ്പുരാനെ, സലാമത്ത് നൽകണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ദീർഘകാലം ജീവിച്ച് അവസാനം ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പരമലക്ഷ്യമാകുന്ന സ്വർഗപ്രവേശം നേടുന്നവരിൽ ഉൾക്കൊള്ളിക്കണേ റഹ്മാനെ. അതിൻ്റെ വിഘാതമാകുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. പടച്ചോനെ, ഞങ്ങളെ മക്കളെ ഖിയാമത്ത് നാൾ വരെയുള്ള പരമ്പരയിൽ ഓരോരുത്തരെയും ദീനിൻ്റെ ഖാദിമീങ്ങളാക്കണേ റഹ്മാനെ. ഒരാളെപ്പോലും നീ മുർത്തദ്ദാക്കരുത് തമ്പുരാനെ, ഫാസിഖാക്കരുത് റഹ്മാനെ, മുബ്തദിയാക്കരുത് മന്നാനെ. പടച്ചോനെ, ഒരാളെപ്പോലെയും മദ്യപാനിയോ മയക്കുമരുന്നിൻ്റെ ഉപയോക്താവോ ആക്കി മാറ്റരുത് റഹ്മാനെ. ദീനിനെക്കുറിച്ച് ബോധമുള്ള നല്ല തലമുറയായി ഞങ്ങളെ നീ മാറ്റിത്തരണേ റഹ്മാനെ.